സുവിശേഷ പ്രഘോഷണം ഇന്ന് ക്ലാസ് എടുക്കുന്നതിനായിട്ട് ഫ്രാൻസിസ് ജോസഫ് ഏട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളിന്ന് ചിന്തിക്കുന്നത് സഭയുടെ പ്രഥമ ദൗത്യമായ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമവുമായ ദൗത്യമായ സുവിശേഷ പ്രഘോഷണം എന്നതിനെക്കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 38-ാം തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ മിശിഹായും കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരികയും ഈ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് അവർ അറിയാതെ ഒഴുകുവാൻ ആരംഭിക്കുന്ന ജീവജലത്തിന്റെ അരുവിയാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. ഇത് നടപ്പാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ അതിന് ഒരു ഉപകരണം മാത്രമായി തീരുകയാണ്. ഈ ദൗത്യത്തിലേക്കാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൂടെ കടന്നുപോയപ്പോൾ, നമ്മൾ 1-ാമത്തെ ആഴ്ചയിലൂടെ കടന്നുപോയപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചും പിന്നീട് ദൈവം നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്നതിനെക്കുറിച്ചും ഈ സ്നേഹം അനുഭവിച്ചറിയുവാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പാവാവസ്ഥയെക്കുറിച്ചും ഈ പാവാവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായി സ്വജീവൻ നൽകിയ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പാവപരിഹാര ബലിയെക്കുറിച്ചും ആ ബലിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ബലിയിലൂടെ നമ്മുടെ സകല പാപകടങ്ങളും മോചിച്ച് നമ്മെ രക്ഷിച്ചു എന്നതും ഈ രക്ഷ സ്വന്തമാക്കുവാൻ നാം വിശ്വസിച്ച് മാനസാന്തരപ്പെടണമെന്നും അങ്ങനെ വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്ന നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നും ഈ പരിശുദ്ധാത്മാവ് നമ്മെ ഒരു കൂട്ടായ്മയിലേക്ക് നയിക്കുമെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേൾക്കുകയായിരുന്നു. ഈ കേട്ട കാര്യങ്ങളുടെ എല്ലാം മന്ദസത്ത എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മൾ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതും നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ സുവിശേഷ പ്രഘോഷണം എന്ന നമ്മുടെ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മെ വളർത്തുന്നതിനും ഉയർത്തുന്നതിനും വേണ്ടി ദൈവം തയ്യാറാക്കിയ പദ്ധതികളാണ്. ഈ ദൈവിക പദ്ധതിയോട് നാം എത്രമാത്രം സഹകരിക്കുന്നു അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ക്രമപ്പെടുന്നതും നമ്മുടെ ജീവിതം പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെതുമായി തീരുന്നതും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാം തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. യേശുവിൻ്റെ സാക്ഷികളാകുവാനായിട്ട് ആണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ സംഭവിക്കേണ്ടത് ജെറുസലേമിലും യൂദയായിലും മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ സഭയുടെ ഘടന അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ ഇടവകയിലും നാം ആയിരിക്കുന്ന ഗ്രാമത്തിലും ചുറ്റുവട്ടങ്ങളിലും തുടർന്ന് നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ അതിർത്തികൾ വരെയും ക്രിസ്തുവിനെ സാക്ഷികളായിരിക്കുവാൻ വേണ്ടി, സാക്ഷ്യത്തിന്റെ ജീവിതം നയിക്കുവാൻ വേണ്ടി നമ്മളെ ശക്തരാക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വന്നിരിക്കുന്നത്. ഇപ്രകാരം പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച ഓരോ വ്യക്തിയും അങ്ങനെ ശക്തരായി തീരുകയും സാക്ഷ്യം വഹിക്കുന്നവരായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു യഥാർത്ഥമായ സത്യം. ലൂക്കായുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായം 43-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. താൻ എത്തിപ്പെട്ട ആ ഗ്രാമത്തിലെ ജനങ്ങൾ അവനോട് പറഞ്ഞു, കർത്താവേ, നീ ഞങ്ങളോട് കൂടി ആയിരിക്കുക കുറച്ച് ദിവസം. അപ്പോൾ ക്രിസ്തു പറയുകയാണ്, അങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുവാനായിട്ട് അല്ല ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകത്തോട് പ്രസംഗിക്കുവാൻ, മറ്റ് സ്ഥലങ്ങളിൽ ഓരോ ഗ്രാമാന്തരങ്ങളോളം പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നത് എന്ന് നമ്മൾ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് യേശു നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ പിതാവ് യേശുവിനെ അയച്ചത് എന്തിനു വേണ്ടിയാണ്? സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടിയാണ്. യേശു നമ്മോട് പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും അയക്കപ്പെട്ടിരിക്കുന്നത് ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയും
എന്ന് പറയുന്നത് ഈ സുവിശേഷത്തിന്റെ പ്രഘോഷണമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 28-ാം അധ്യായം 18-19 തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശു അപ്പസ്തോലന്മാരെ സമീപിച്ചിട്ട് ആദ്യമേ ശിഷ്യന്മാരെ സമീപിച്ചിട്ട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. അവൻ പീഡകൾ സഹിച്ച് മനുഷ്യനായി അവതരിച്ച് ഭൂമിയിൽ ജീവിച്ച് ക്രൂശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത ക്രിസ്തു പറയുകയാണ്, ഇനി നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട. എല്ലാത്തിൻ്റെയും ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞു. ഇനി ഞാനാണ് ഈ ലോകത്തിലുള്ള സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ. അതുകൊണ്ട് എനിക്ക് അധികാരമുള്ളത് കൊണ്ട് എൻ്റെ ഈ അധികാരത്തിന്റെ ഈ രക്ഷയുടെ ഞാൻ ലോകത്തെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഈ സുവിശേഷം നിങ്ങൾ പോയി എല്ലാ ജനതകളെയും പറയിക്കണം. അറിയിച്ചാൽ മാത്രം പോരാ, അവരെ ശിഷ്യപ്പെടുത്തുകയും ചെയ്യണം. ശിഷ്യന്റെ ഉത്തരവാദിത്തം എന്താണ്? ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ഗുരുവിന്റെ മുഖത്ത് നിന്ന് കേട്ട് പഠിച്ച് ആ ശിഷ്യൻ ഗുരുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ യേശു എന്താണ് പറഞ്ഞത്? അപ്പസ്തോലന്മാരിൽ നിന്ന് നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ പറയുകയാണെങ്കിൽ മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് സുവിശേഷം സ്വീകരിച്ചവരായിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും ആ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ ശക്തരായിത്തീരുന്ന, യേശുവിനെ സാക്ഷികളായി ജീവിക്കുവാൻ ശക്തരായിരിക്കുന്ന അനേകരെ ഈ ഭൂമിയിൽ രൂപപ്പെടുത്തുവാൻ വേണ്ടിയാണ് വിശുദ്ധ മാമുദീസായിലൂടെ നമ്മെ ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത്. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും, അവൻ വീണ്ടും മർക്കോസിന്റെ സുവിശേഷത്തില് 16-ാം അധ്യായം 15-ാം തിരുവചനത്തില് നാം കാണുകയാണ്, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിൽ എന്താണ് കണ്ടത്? എല്ലാ മനുഷ്യരെയും ശിഷ്യപ്പെടുത്തുവാനാണ്, അവരെ ശിഷ്യരായി മാറ്റുക. എന്നാൽ അത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം, ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. സൃഷ്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സൃഷ്ടിപ്രപഞ്ചത്തിലുള്ള ചരങ്ങളും അചരങ്ങളുമായ സകലത്തിനോടും, വൃക്ഷലതാദികളോടും പക്ഷിമൃഗാദികളോടും കല്ലിനോടും കുറ്റിയോടും ഒക്കെ സുവിശേഷം പ്രസംഗിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ രണ്ട് കടമകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഒന്ന്, മനുഷ്യരെ സുവിശേഷം പറഞ്ഞ് സുവിശേഷത്തിലൂടെ ശിഷ്യരായി ഉയർത്തുക. രണ്ട്, സൃഷ്ടിപ്രപഞ്ചത്തെ അതിന്റെ ജീർണതയിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി നാം അവയോട് സുവിശേഷം പറയുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം തിരുവചനത്തിലൊക്കെ പൗലോസ് ഇത് തന്നെയാണ് പറയുന്നത്. പൗലോസ് പറയുകയാണ്, സൃഷ്ടിപ്രപഞ്ചം മുഴുവൻ ജീർണതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ഇതിനെ ഈ ജീവജാലങ്ങള് സൃഷ്ടിപ്രപഞ്ചവും മനുഷ്യന്റെ വെളിപ്പെടുത്തലിനായി കാത്തിരിക്കുകയാണ്. എന്തിന്? ഈ ജീർണതയിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിന് മനുഷ്യൻ എന്താണ് വെളിപ്പെടുത്തേണ്ടത്? ക്രിസ്തുവിന്റെ രക്ഷാകര രഹസ്യങ്ങൾ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു സൃഷ്ടിപ്രപഞ്ചത്തോട് മുഴുവൻ. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ആത്മീയ ഗുരുവായിരുന്ന വിൻസെന്റ് ബ്രദർ, അദ്ദേഹത്തോടൊപ്പം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ആ യാത്ര ചെയ്യുമ്പോൾ വിദേശത്ത് ഒമാനിലായിരുന്നു. നല്ല ചൂടുള്ള സമയത്ത് 40-48 ഡിഗ്രി ചൂടുള്ള സമയത്ത് പോലും ആ മനുഷ്യൻ തൻ്റെ സൈഡിലെ വണ്ടിയുടെ ഗ്ലാസ് താത്തിട്ടിരിക്കും. ചൂട് വണ്ടിക്കകത്തേക്ക് കയറും, സാരമില്ലെന്ന് പറയും. എന്നിട്ട് കടന്നു പോകുമ്പോൾ മരങ്ങളും വൃക്ഷങ്ങളും മരുഭൂമിയിലെ മണൽത്തരികളോടും പറയും, വൃക്ഷലതാദികളെ മണൽത്തരികളെ നിങ്ങൾ കേൾക്കുവിൻ, കർത്താവാണ് നിങ്ങളുടെ രക്ഷകനെന്ന്. എത്ര കൃത്യതയോടെ ആ മനുഷ്യൻ, ആ വിശുദ്ധനായ മനുഷ്യൻ തൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സൃഷ്ടിപ്രപഞ്ചത്തിലുള്ള സകലതിനോടും യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. അങ്ങനെ പ്രസംഗിച്ച് അദ്ദേഹം ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ യേശുവിന്റെ വചനം പറഞ്ഞ് എന്നെ പോലെ അനേകരെ ശിഷ്യത്വത്തിലേക്ക് വളർത്തുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-21 നാം ഇത് തന്നെയാണ് കാണുന്നത്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇതിനു വേണ്ടി സുവിശേഷത്തിന്റെ സാക്ഷ്യമായി, സുവിശേഷത്തിന്റെ പ്രഘോഷകരായി, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാകുവാൻ വേണ്ടി. ഇവിടെ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. എന്തു ചെയ്താലാണ് നമുക്ക് സമാധാനം?
പിതാവ് പുത്രനെ അയച്ചപ്പോൾ പുത്രൻ ചെയ്ത പ്രവർത്തികൾ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, എല്ലാ കുടുംബങ്ങളിലും എല്ലാ വ്യക്തികൾക്കും ഇല്ലാത്തത് ഒന്ന് മാത്രമാണ്, സമാധാനം. ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, ടെൻഷനാണ് സഹോദര. എപ്പോഴും ആരോട് ചോദിച്ചാലും അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് നമുക്ക് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നൽകിയ മഹാകൽപ്പന, തൻ്റെ അന്ത്യ ഉപദേശമായി നമുക്ക് നൽകിയ മഹാകൽപ്പന, നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുകയും ശിഷ്യന്മാരെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ള ഈ കൽപ്പനയെ മറന്ന് നാം ഈ ലോകത്തിൻ്റെതായ വ്യാപാരങ്ങളിൽ മുഴുകി ഈ ലോകമാണ് സർവ്വതുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഈ ലോകത്തിലുള്ള മനുഷ്യരെന്നും അവർ ഈയമ്പാറ്റകളെ പോലെ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നു, അവരെ തിരികെ വിളിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതാണെന്നും മറന്നുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇന്ന് സമാധാനമില്ലാതായിരിക്കുന്നു. നമ്മൾക്കിന്ന് സമാധാനമില്ലെങ്കിൽ നമ്മൾ മറ്റൊന്നിലേക്കും തേടിപ്പോകണ്ട, നമ്മൾ മടങ്ങി വരിക, ക്രിസ്തു ഏൽപ്പിച്ച ആ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ശ്രമിക്കുക. വീണ്ടും നമ്മൾ ആദിമ സഭയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊന്ന് ആ സഭയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആദിമ സഭയെ നമ്മൾ വിളിക്കുന്നത് ഇന്ന് സഭ വിളിക്കുന്നത് മിഷണറി സഭയെന്നാണ്. കാരണം അവർക്കൊരു വലിയ ബോധ്യമുണ്ടായിരുന്നു, തങ്ങൾ യേശുവിനാൽ ഐക്യപ്പെട്ടവരാണെന്നും യേശുവിൻ്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ടാണ് ഞങ്ങളെ ഐക്യപ്പെട്ടിരിക്കുന്നതെന്നും തങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നും ഉത്തമ ബോധ്യമുണ്ടായിരുന്ന അവര് അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിക്കുന്നു. അവരുടെ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് നമ്മുടെ ശിഷ്യന്മാരുടെ ജീവിതത്തിലൊക്കെ കാണുന്നുണ്ട്, അവർ വള്ളവും വലയും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ തേടുന്നത്. ക്രിസ്തു ഒരിക്കൽ അപ്പസ്തലനായ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലം? അവൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ നിങ്ങൾ ഉപേക്ഷിച്ചതെല്ലാം 100 ഇരട്ടിയായി സമാധാനവും സന്തോഷവും പ്രത്യാശയുമായി എല്ലാം നിങ്ങൾക്ക് കിട്ടും, ഒപ്പം നിത്യജീവനും നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് ഒന്ന് മാത്രമാണ് മാർഗമുള്ളത്, സുവിശേഷമാകുകയും സുവിശേഷത്തിൽ ജീവിക്കുകയും സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. ആദിമസഭയുടെ ജീവിതം തന്നെ സുവിശേഷത്തിന്റെ ജീവിതമായിരുന്നു. നമ്മൾ കാണുന്നുണ്ട് അന്ത്യോക്യയിൽ സ്തെഫാനോസിന്റെ വധശേഷം ആദിമ ജെറുസലേമിലെ വലിയ സഭാപീഡനം ഉണ്ടാകുമ്പോൾ ക്രൈസ്തവരെല്ലാം പല സ്ഥലങ്ങളിലേക്ക് ചിതറിയോടി. അവര് ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി ചിതറിയോടി. എന്ത് പ്രസംഗിച്ചതിന്റെ പേരിലാണ് അവർ ചിതറിയോടിക്കപ്പെട്ടത്? ക്രിസ്തു രക്ഷകനാണ്, നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായ ക്രിസ്തു ഇന്ന് രക്ഷകനായ പിതാവായ ദൈവം അയച്ചിരിക്കുന്ന രക്ഷകനും രാജാവുമാണെന്ന് പ്രസംഗിച്ചതിന്റെ പേരിൽ ജെറുസലേമിൽ നിന്ന് നാടുകടത്ത് ഓടിപ്പോകേണ്ടി വന്നവർ കടന്നു ചെന്ന എല്ലാ സ്ഥലങ്ങളിലും വലിയ വർദ്ധിതമായ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അവർ തങ്ങളുടെ ജീവനേക്കാളും ജീവിതത്തെക്കാളും വലുതായി ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സുവിശേഷത്തെയും കണ്ടത് കൊണ്ട് അവർക്ക് അപ്രകാരം ചെയ്യുവാനും മുന്നോട്ട് പോകുവാനും സാധിച്ചു എന്ന് നാം അറിയുകയാണ്. ഇനിയും നമ്മുടെ കത്തോലിക്ക സഭ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. മാമോദീസ വഴി സുവിശേഷം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്ക് ലഭിച്ചിരിക്കുന്നു. വിശുദ്ധ മാമോദീസായിലൂടെ സഭയിലേക്ക് നാം ഓരോരുത്തരും അംഗമാക്കപ്പെട്ടിരിക്കുന്നത് ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വമായതുകൊണ്ട് നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കുവാൻ പറ്റില്ല. എനിക്ക് പകരം എൻ്റെ ഭാര്യ ചെയ്യും, എൻ്റെ മക്കൾ ചെയ്യും, അല്ലെങ്കിൽ വികാരിയച്ഛൻ ചെയ്യും, അല്ലെങ്കിൽ കന്യാസ്ത്രീമാർ എത്ര സിസ്റ്റേഴ്സ് ചെയ്യും, അല്ലെങ്കിൽ മിഷണറിമാർ ചെയ്യും എന്ന് പറയുവാനുള്ളതല്ല. കാരണം ഇതെന്റെ ഉത്തരവാദിത്തമാണ്. എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം നിറവേറ്റേണ്ട വ്യക്തി ഞാനാണ്. മാമോദീസായിലൂടെ ഈ മഹനീയമായ ഉത്തരവാദിത്തത്തിലേക്ക് സഭ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് വേണ്ടി സഭ വീണ്ടും തൻ്റെ സ്ഥൈര്യലേപനത്തിലൂടെ മറ്റൊരു കുദാശയായ സ്ഥൈര്യലേപനത്തിലൂടെ ഈ കൃപയിൽ ജീവിക്കുവാൻ ആവശ്യമായ ധൈര്യവും കൃപയും നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല. കാരണം നമ്മെ സഭ വെറും കൈയോടെയല്ല അയക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൃപയോടും കൂടി സഭ ഇന്ന് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയും അയച്ചിരിക്കുകയുമാണ് ക്രിസ്തുവിന്റെ ഈ മഹാ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ വേണ്ടി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതാ മെത്രാപ്പോലീത്തയായ തോമസ് തറയിൽ പിതാവ് പറയുകയാണ്, സഭയുടെ
പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്തം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഏതൊക്കെ സഭകൾ പിന്നോട്ട് പോയിട്ടുണ്ടോ ആ സഭകളെല്ലാം ഇന്ന് ഞെരുക്കത്തിലും പ്രതികൂലത്തിലുമാണ്. നമ്മൾ ഇപ്പോൾ ഈ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മിഷണറിമാർ ചെയ്തോളും, അച്ഛന്മാർ ചെയ്തോളും, മെത്രാന്മാർ ചെയ്തോളും എന്ന് കരുതി ഓരോരുത്തരും ഒഴിഞ്ഞു മാറി പോകുന്നത് കൊണ്ട് ഇന്ന് കേരള സഭയും ഞെരുക്കത്തിന്റെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്നു. ഇന്ന് സഭ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും കാരണം നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എന്നുള്ളതാണെന്ന് പിതാവ് ആ പ്രസംഗത്തിലൂടെ പറയുന്നത് കേൾക്കുവാനുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചിന്തിച്ചു നോക്കാം, നമ്മൾ എത്രമാത്രം സുവിശേഷത്തോട് ബന്ധിതമാണ് നമ്മുടെ ജീവിതം. അൽമായയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ഡിഗ്രിയിൽ വത്തിക്കാൻ സൂനകദോസിലെ 2ാം വത്തിക്കാൻ കൗൺസിലിൽ പറയുകയാണ്, ദൈവത്തിന്റെ രക്ഷയുടെ സന്ദേശം ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യരെയും അറിയിപ്പിക്കുകയും സ്വീകരിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അധ്വാനിക്കേണ്ട മഹത്തായ ചുമതല എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ ഈ ചുമതല സഭ പറയുകയാണ്, ഇതിനെ ചുമതലയെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയുമാണ് എന്ന്. വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ 900ാം ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു, എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും പോലെ അൽമായരെയും അവരുടെ മാമുദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ദൈവം പ്രേക്ഷിത ധർമ്മം ഏൽപ്പിച്ചിട്ടുണ്ട്. ആര്? ദൈവമാണ് ഈ പ്രേക്ഷിത ധർമ്മം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് സഭ പറയുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? രക്ഷയുടെ ഈ ദിവ്യ രഹസ്യം ലോകമെങ്ങും എല്ലാ മനുഷ്യരെയും അറിയിക്കുകയും സ്വീകരിപ്പിക്കുകയും ചെയ്യുന്നതിനായി വ്യക്തിപരമായോ സംഘങ്ങളായി ചേർന്ന് പ്രവർത്തിക്കുവാൻ അവർക്ക് അവകാശവും കടമയുമുണ്ട്. ഇത് നമ്മുടെ റൈറ്റാണ്, ഒപ്പം അത് നമ്മുടെ കടമയുമാണ്. ഇതിന് നമുക്ക് അവകാശമുണ്ട്. ഇതിനെ നിന്ന് നമുക്ക് ആർക്കും നമ്മളെ തടയാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ മകനും മകളും എന്ന നിലയിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നവരായ നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണിത് എന്ന് നാം തിരിച്ചറിയണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശം, ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നമ്മളെ ഉയർത്തിയപ്പോൾ ദൈവം നമുക്ക് അവകാശമായി നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഓഹരി, ക്രിസ്തുവിന്റെ ഓഹരിയായി നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ സുവിശേഷ പ്രഘോഷണം എന്നുള്ള ഉത്തരവാദിത്തം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നിരന്തരം നാം സുവിശേഷം പ്രസംഗിക്കുന്നവരായി മാറണം. ഏതൊക്കെ മാർഗങ്ങൾ അതിനുവേണ്ടി സ്വീകരിക്കണമോ അതെല്ലാം കണ്ടെത്തുന്നവരും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി തീരണം നമ്മൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ നവീകരണ അനുഭവത്തിലേക്ക് വന്ന കാലം മുതൽ ഇന്ന് വരെയും എപ്പോഴും എൻ്റെ ചിന്ത ആരോടെങ്കിലും ക്രിസ്തുവിനെ പങ്കുവെക്കണമെന്നുള്ളതാണ്. ഈ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാനായി നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നമുക്കെല്ലാം അതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ട് നൽകുകയാണ്. ഞാൻ ആഗ്രഹിച്ചതിലും ഞാൻ ചിന്തിച്ചതിലും അധികമായി എന്നെ ഭൗതികമായും ആത്മീയമായും ദൈവം വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഒന്ന് മാത്രമാണ്, ഞാൻ എന്നും ഈ ക്രിസ്തുവിൻ്റെ കൽപ്പനയോട് വിശ്വസ്തത പുലർത്തുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. 100% വിശ്വസ്തത പുലർത്തി എന്ന് എനിക്ക് പറയുവാൻ സാധിക്കുകയില്ല എങ്കിലും എനിക്കൊന്ന് പറയുവാൻ സാധിക്കും, ഞാൻ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുവാൻ ശ്രമിച്ചു. എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ അമ്മയോട്, അപ്പനോട്, എൻ്റെ കുടുംബത്തോട്, മക്കളോട് എല്ലാം എപ്പോഴും സുവിശേഷം പറയുവാൻ, എൻ്റെ അയൽവാസികളോട് സുവിശേഷം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനും അവരോട് പറയുവാനും വഴിയിൽ കണ്ടുമുട്ടുന്നവരോട് ഒക്കെ പങ്കുവെക്കുവാനും പറയുവാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും ഏത് വലിയ ആവശ്യത്തിന് പോകുകയാണെങ്കിലും ഒരു മനുഷ്യന് ക്രിസ്തുവിനെ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ അവിടെ നിൽക്കുവാനും അവരോട് അത് പങ്കുവെച്ചു കൊടുക്കുവാനും നാം ഓരോരുത്തരും തയ്യാറാകുമ്പോൾ ബാക്കിയെല്ലാം ദൈവം നമ്മളിലേക്ക് പ്രദാനം ചെയ്യും എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വീണ്ടും ഏഷ്യയിലെ സഭ എന്ന അപ്പസ്തോലിക പ്രബോധനത്തില് ജോൺ പോൾ മാർപ്പാപ്പ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ ഏഷ്യയ്ക്ക് കൊടുക്കുക എന്നത് ഏഷ്യയിലെ സഭയ്ക്ക് ഏഷ്യയിൽ ചെയ്യാവുന്നതിലെ ഏറ്റവും ഉദാത്തമായ പ്രവൃത്തിയാണ്. ഏഷ്യയിലെ സഭ എന്ന പുസ്തകത്തിന്റെ 10ാം ഖണ്ഡികയിലാണ് ഇതുള്ളത്. വീണ്ടും 19ാമത്തെ ഖണ്ഡികയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശു കർത്താവും രക്ഷകനുമാണെന്നുള്ള പ്രഘോഷണം കൂടാതെ സുവിശേഷ വേല സാധ്യമല്ല. നാം ചെയ്യുന്ന ഏത് സൽപ്രവൃത്തിയും നന്മകളും സുവിശേഷ പ്രഘോഷണത്തിന് പകരമാകുകയില്ല. ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, നമ്മൾ അനേകം നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ അനേകരെ സഹായിക്കുന്നുണ്ട്, അനേകർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ പല ക്രൈസ്തവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും
ഇതിന് പകരമല്ല. അതെല്ലാം നല്ലതാണ്. നാം അതൊന്ന് ചെയ്യുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ക്രിസ്തുവിലായിരിക്കുന്നവനെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് ഇപ്രകാരമുള്ള നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ നിരന്തരമായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയും നാം അതിന് ചെയ്യുവാൻ പ്രേരിതരായിത്തീരുകയും ചെയ്യും. എന്നാൽ നാം ഒന്ന് തിരിച്ചറിയണം, ഇതൊന്നും ഈ സുവിശേഷ പ്രഘോഷണം എന്ന കർത്തവ്യത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്നില്ല, ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നില്ല, അതിന് പകരം വെക്കുവാനായിട്ട് സാധിക്കുകയുമില്ല. പകരം എന്താണ്? ഇതെല്ലാം നമ്മെ കൂടുതൽ നന്നായി ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ശക്തരാക്കി തീർക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ വിശുദ്ധ ജീവിതം നയിച്ചാലും, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ആ വിശുദ്ധ ജീവിതത്തിന്റെ എല്ലാ പുണ്യങ്ങളും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കില്ല. വിശുദ്ധി എന്നിലുണ്ടെങ്കിൽ കൂടുതൽ ഫലപ്രദമായി എനിക്ക് ആ വിശുദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളും മാമോദീസയുടെ ശക്തിയാൽ പ്രേക്ഷിത ശിഷ്യരായി തീർന്നിട്ടുണ്ട്. മാമോദീസ സ്വീകരിച്ചവരെല്ലാം സഭയിൽ അവർക്കുള്ള സ്ഥാനമോ അവർക്ക് ലഭിച്ച വിശ്വാസ പരിശീലനത്തിന്റെ അളവോ എന്തു തന്നെയായിരുന്നാലും സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ്. നമ്മുടെ ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, നമ്മുടെ വിദ്യാഭ്യാസക്കുറവോ നമ്മുടെ അറിവില്ലായ്മയോ നമ്മുടെ മറ്റ് എന്ത് കുറവുകളുണ്ടെങ്കിലും ഇതൊന്നും സുവിശേഷവൽക്കരണത്തിന് തടസ്സമല്ല. കാരണം ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കുവാനായി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത്. നമുക്ക് ജ്ഞാനം പകർന്നു തരുന്നത് പരിശുദ്ധാത്മാവാണ്. എപ്രകാരം സംസാരിക്കണമെന്ന് വിവേകം പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ എൻ്റെ അതിരത്തെയും നാവിനെയും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്താൽ മാത്രം മതി. ഞാൻ ഭയമില്ലാതെ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുമെന്ന് ഒരു തീരുമാനത്തോടെ മുന്നോട്ട് പോകുവാൻ തയ്യാറാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നമുക്ക് വളരെ അത്ഭുതകരമായി കാണുവാൻ സാധിക്കും. അത് എല്ലാ കാലത്തും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. ഇപ്പോൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു സംഭവം പ്രത്യേകമായി ഓർക്കുകയാണ്. ഞങ്ങൾ പഞ്ചാബിലേക്ക് ഈ വർഷം ത്തിന്റെ ആരംഭത്തിൽ 34 പേരോളം അടങ്ങുന്ന ഹോളി ഹോം ടീം സുവിശേഷവുമായി പഞ്ചാബിലേക്ക് കടന്നു ചെന്നു. അവിടെ ഞങ്ങൾ പകലെല്ലാം ഭവനം തോറും കയറി ഇറങ്ങി സുവിശേഷം പ്രസംഗിച്ചു. 2-3 പേരടങ്ങുന്ന ടീമായിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഒരു ടീമായിട്ട് ഞാൻ, ശിബിച്ചേട്ടന്, ജെയിംസ് ചേട്ടന്, ഞങ്ങൾ 3 പേര്, ജോജോ ചേട്ടൻ, അങ്ങനെ ഞങ്ങൾ 4 പേര് ചേർന്നാണ് പോയത്. ഞങ്ങൾ അവിടെ ചെന്ന് ഓരോ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് സംസാരിക്കുവാൻ ആരംഭിച്ചപ്പോൾ അവർക്ക് ആർക്കും ഹിന്ദി ഒട്ടും തന്നെ അറിയില്ല. എനിക്ക് അല്പസ്വല്പം സംസാരിക്കാനൊക്കെ എനിക്ക് ഹിന്ദി അറിയാം. അപ്പൊ ആ ധൈര്യത്തിലാണ് ഞങ്ങൾ പോകുന്നത്. എന്നാൽ അവിടെ ചെന്ന് അവരുമായി സംസാരിക്കാൻ ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കുടുംബവുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഒരേ സമയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ ഞാൻ ഹിന്ദിയിൽ അവരോട് പങ്കുവയ്ക്കുന്നു. ഒപ്പം ശിബിച്ചേട്ടനും ജെയിംസ് ചേട്ടനും ഒക്കെ പറയുന്ന എല്ലാ സന്ദേശങ്ങളും വളരെ കൃത്യമായി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ചില വീട്ടിലൊക്കെ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ശിബിച്ചേട്ടനോട് പറഞ്ഞു, ശിബിച്ചേട്ടൻ പറഞ്ഞ ഈ വാക്കൊക്കെ എങ്ങനെ ഹിന്ദിയിൽ പറയുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു തീരുന്നതിന് മുമ്പേ ആ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. എന്ത് പറയണം? ശിവചേട്ടൻ പറഞ്ഞ പച്ച മലയാളത്തിൽ ശിവചേട്ടൻ പറഞ്ഞ, അല്ലെങ്കിൽ ജെയിംസ് ചേട്ടൻ പറഞ്ഞ, അല്ലെ എനിക്ക് തന്നെ ബോധ്യം വന്ന കാര്യങ്ങൾ അവരോട് പങ്കുവെച്ചു കൊടുക്കാൻ ഒരു തടസ്സവും ഉണ്ടായില്ല. അതുകൂടാതെ പല ഭവനത്തിലും ചെല്ലുമ്പോൾ പ്രായമായ വ്യക്തികൾക്ക് ഹിന്ദി അറിയില്ല, അവർ പഞ്ചാബിയിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അവർ പഞ്ചാബിയിൽ പറയുന്ന കാര്യങ്ങളും ഒരു സെന്റൻസ് അവർ പറഞ്ഞു കഴിയുമ്പോൾ അവർ ആ സെന്റൻസിലൂടെ എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അവരെന്താണ് ചോദിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും അതിന് മറുപടി അവരോട് പറയുവാനും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ളവരോട് അവർ ചോദിച്ചത് ഇന്നതാണെന്ന് പങ്കുവെച്ചു കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ഒപ്പം തന്നെ ഞങ്ങൾ അനേക ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായി പല രോഗശാന്തികൾ, വിടുതലുകളൊക്കെ കൊടുക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു. ഇത് ഞങ്ങളുടെ മാത്രം അനുഭവമല്ല. ആ മിഷനിൽ പോയ ഈ 34 പേരുടെ കുഞ്ഞു കുട്ടികളുണ്ട്, അവരുടെ പോലും അനുഭവങ്ങൾ അപ്രകാരമുള്ളതായിരുന്നു. അതേ, സുവിശേഷം നമ്മെ ഓരോരുത്തരെയും ഇപ്രകാരം നയിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, അരുണാചൽ പ്രദേശിന്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന പ്രേംഭായി, അദ്ദേഹം എങ്ങനെയാണ് ഈ സുവിശേഷം പ്രസംഗിച്ചത്? അരുണാചൽ പ്രദേശിൽ 1976 സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ മതപരിവർത്തന നിരോധന നിയമം ആദ്യമായി ഇന്ത്യയിൽ വന്ന സംസ്ഥാനമാണ്. എന്നാൽ ഇന്ന് അവിടെയുള്ള മനുഷ്യരിലെ 80% ഏതെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിലുള്ളവരാണ്. അതിൽ മഹാഭൂരിപക്ഷവും കത്തോലിക്ക വിശ്വാസികളാണ്. ഇവരെ എല്ലാം വിശ്വാസത്തിലേക്ക് നയിച്ചത് ഈ പ്രേംഭായിയാണ്. ഈ പ്രേംഭായിയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു കാര്യമുണ്ട്.
മോശ ചെങ്കടൽ വിഭജിച്ചതുപോലെ ഈ അരുണാചൽ പ്രദേശിന്റെ ഒരു വലിയ നദി ഒരിക്കൽ ഈ പ്രേംഭായി വിഭജിച്ച് കരയിലൂടെ എന്നതുപോലെ നടന്നുപോയി. അനേക പ്രാവശ്യം പോലീസുകാർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ സ്റ്റേഷൻ വരെ ആ വണ്ടി ഒന്നും ഓടുകയില്ല. ഏതെങ്കിലും കാരണം സംഭവിച്ച് വണ്ടി നിന്നു പോകും, അല്ലെ പോലീസുകാർക്ക് വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടാകും. അവസാനം പറയും നീ പോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് അവർ പോകും. അപ്പോൾ ചെന്ന് ഓരോ ഗ്രാമത്തിലും ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും കർത്താവിന്റെ ആത്മാവ് സുഖപ്പെടുത്തി. ഇന്ന് അരുണാചൽ പ്രദേശിലുള്ള ക്രൈസ്തവനും അക്രൈസ്തവനുമായുള്ള സകല മനുഷ്യരും അവരെ പരസ്പരം അഭിസംബോധന ചെയ്യുന്നത്, ഈവൻ ഈ മുസ്ലിങ്ങൾ പോലും അഭിസംബോധന ചെയ്യുന്നത് പ്രൈസ് ദി ലോർഡ്, ജയ് യേശു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒറ്റ വ്യക്തിക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എത്രയധികമായി സുവിശേഷം പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും. രക്ഷകന്റെ മിഷൻ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ നാം കാണുകയാണ്, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഈ പദവി സ്വന്തം മേന്മകളിൽ നിന്നുള്ളതല്ല, അത് യേശുക്രിസ്തുവിന്റെ പ്രത്യേകമായ കൃപയാലാണ്. ഈ കൃപയോടെ വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അവർ രക്ഷപ്പെടുകയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്തും. ഇത് നമ്മൾ ഓരോരുത്തരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, നമ്മൾ കഠിനമായി വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. പൗലോസ്ലീഹ പറയുന്ന ഈ വചനം നമുക്കൊന്ന് ഓർക്കാം. 1 കൊരിന്തോസ് 9:16, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദുരിതത്തിലായിരിക്കുന്നതിന്റെ കാരണം ഒന്ന് മാത്രമാണ്, നമുക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ സാധിക്കുന്നില്ല. സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു സ്റ്റേജിൽ കയറി നിന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ മാത്രമോ ഉള്ളതല്ല. സുവിശേഷം പ്രസംഗിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പങ്കുവെച്ച് കൊടുക്കുന്നതാണ്. നമ്മുടെ ഒപ്പം കടന്നു വരുന്ന വ്യക്തികളോട്, നമ്മുടെ ഒപ്പം ആയിരിക്കുന്നവരോടൊക്കെ നമുക്ക് ഈ സുവിശേഷം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിത സാക്ഷ്യം നമുക്ക് പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കില്ലേ? പ്രിയമുള്ളവരെ, എത്രയെത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓർത്തെടുത്തിട്ട് നമ്മൾ അവരോട് പങ്കുവെച്ചു കൊടുത്തിട്ട് അവരുടെ വേദനയിൽ അവരോട് പറയുക, സഹോദര നീയും വിളിച്ചപേക്ഷിക്കുക, സഹോദരി നീയും വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവം അവർക്ക് വേണ്ടിയും അത്ഭുതം പ്രവർത്തിക്കും. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുമ്പോൾ അത് വിത്തുകളെ മുളപ്പിക്കുകയും വൃക്ഷങ്ങളെയും ഫലങ്ങളെയും പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് പോലെ യേശുവിന്റെ വചനവും ഫലരഹിതമായി പോകുകയില്ല. ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ വ്യക്തിയോടും കർത്താവ് നിന്നെ അനുഗ്രഹിക്കപ്പെട്ടെ എന്നെങ്കിലും പറയുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതം എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ, ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനമെടുക്കാം. ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ ക്രിസ്തുവിന്റെ സാക്ഷ്യമായിരിക്കും. അതെന്റെ സമ്പത്ത് കൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കും. എൻ്റെ ജീവിതത്തിന്റെ സമയം ഞാൻ സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെക്കും. എൻ്റെ ഏറ്റവും പ്രഥമവും പ്രധാനമായ ഉത്തരവാദിത്തമായി ഞാൻ സുവിശേഷ പ്രഘോഷണത്തെ കാണും. അത് വ്യക്തികളോടും സമൂഹത്തോടും എല്ലാറ്റിലും ഉപരി സൃഷ്ടിപ്രപഞ്ചത്തിലെ സകല വസ്തുക്കളോടും സുവിശേഷം പ്രസംഗിക്കുന്നതിനായി തീരുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. അതിനുള്ള കൃപയും അനുഗ്രഹവും കർത്താവായ യേശു തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഇടുക്കി രൂപയിൽ നിന്നുള്ള സിബിയും തൃശ്ശൂർ രൂപയിൽ നിന്നുള്ള അനുഗ്രഹീയുമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. രണ്ടുപേരെയും നമുക്ക് ഈ പാനൽ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സിബി. എൻ്റെ പേര് സിബി ചാക്കോ. ഞാൻ ഇടുക്കി രൂപത അംഗമാണ്. ഭാര്യ, 3 മക്കൾ. ഞാനൊരു കൃഷിക്കാരനാണ്, ഏലം കൃഷിയാണ്. പിന്നെ മതബോധന രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്നു. കരിസ്മാറ്റിക് നവീകരണ മേഖലയിൽ ധ്യാന ശുശ്രൂഷകളൊക്കെ ആയിട്ട് ശുശ്രൂഷ ചെയ്തു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അനുഗ്രഹ. തൃശ്ശൂർ രൂപതയാണ്. വീട് പെരിഞ്ചേരി. വീട്ടിൽ അപ്പച്ചൻ, അമ്മ, ചേച്ചി. ഞാനിപ്പോ ലോജിസ്റ്റിക്സിന്റെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത്. എന്റെ ആദ്യത്തെ ചോദ്യം സിബിയോടാണ്. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഹൃദയസ്പർശിയായ മറക്കാനാവാത്ത ഒരു സുവിശേഷ പ്രഘോഷണം ഏതായിരുന്നു? എൻ്റെ ജീവിതത്തിൽ ഞാൻ 17 വയസ്സുള്ളപ്പോഴാണ് ഡിവൈനിൽ ഒരു ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടിയതിന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യം പരിശുദ്ധാത്മാവെന്ന പ്രചോദനം ബൈബിൾ വായിക്കുക എന്നുള്ളതാണ്. ഞാൻ തീഷ്ണതയോടെ എല്ലാ ദിവസവും മണിക്കൂറുകൾ വചനം വായിക്കാൻ തുടങ്ങി. ഏകദേശം 6 മാസം കൊണ്ട് ബൈബിൾ വായിച്ചു തീർത്തു. വീണ്ടും വായിക്കാൻ പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകി. ആ സമയത്ത്
പെട്ടെന്ന് വിഷയകേന്ദ്രീകൃതമായി വചനം എഴുതി വെച്ച് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു രാത്രി ഞാനിങ്ങനെ ബൈബിളിൻ്റെ ഒരു ഭാഗം ജെറമ്യ പ്രവചനം 1-ാം അധ്യായം എനിക്ക് വായിച്ച് ധ്യാനിക്കാൻ പരിശുദ്ധാത്മാ പ്രേരണ നൽകി. ആ സമയത്ത് ഇങ്ങനെ വായിച്ച് ധ്യാനിച്ചു. അതിനുശേഷം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്, നീ എഴുന്നേറ്റ് മുറ്റത്ത് പോയിരുന്ന നീ വായിച്ചത് മുഴുവൻ പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ വചനഭാഗം ഞാനിങ്ങനെ മുറ്റത്തിറങ്ങി നിന്ന് ഇങ്ങനെ പ്രസംഗിച്ച് പഠിക്കുകയാണ്. അത് ആ വായിച്ചത് അതേപടി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരക്ഷരം പോലും തെറ്റാതെ ദൈവം ജെറമ്യയെ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വചനഭാഗങ്ങൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഞാൻ വായിച്ചതും ഓർമ്മയിൽ വന്നതും എല്ലാം ഇങ്ങനെ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു കരിസ്മാറ്റിക് നേതൃത്വ കൂട്ടായ്മയിൽ എന്നോട് വരാൻ പറഞ്ഞു, അതിന് കൂടി നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പോവുകയാണ് ഒരു കരിസ്മാറ്റിക് എൽഡേഴ്സിൻ്റെ കൂട്ടായ്മയിൽ. അന്ന് ഞാൻ നന്നായി ചെറുപ്പമാണ്. അങ്ങനെ പോയി ആ കൂട്ടായ്മയുടെ ഏറ്റവും പുറകിൽ പള്ളിക്കകത്ത് നിറച്ച ആളുണ്ട്. ഏറ്റവും പുറകിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് പ്രഘോഷിക്കേണ്ട ആളെത്തിയില്ല. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, മോനെ നീ കയറി നിന്ന് ഈശോ നിന്നെ പ്രേരിപ്പിക്കുന്നത് പറയാൻ പറഞ്ഞു. ഞാൻ അവിടെ കയറി നിന്ന് യെരമ്യായെ ദൈവം തിരഞ്ഞെടുത്തത്, യെശയ്യായെ മോശയൊക്കെ തിരഞ്ഞെടുത്തത് ആ ഒരു വചനഭാഗം പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു. ഞാൻ അരമണിക്കൂർ അവിടെ നിന്നുകൊണ്ട് ആൾക്കാരെ ഇന്ന് പ്രസംഗിച്ചു. അതെൻ്റെ ഒരിക്കലും മറക്കാനാവാത്തൊരു ആദ്യ അനുഭവമാണ്. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ അവർ കുറെ എൽഡേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാർ ഓടി വന്നു, ഷെയ്ക്കാൻ്റെ വന്നു, മോനെ നിനക്ക് ഈ മേഖലയിൽ ശക്തമായൊരു വരവുണ്ടാ, നീ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോ ഹൃദയത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സ്പർശിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതാണ് ആദ്യത്തെ എൻ്റെ വചന പ്രഘോഷണ ആദ്യ അനുഭവം. വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വെക്കണേ രണ്ടുപേരും. ചർച്ച തീരുന്നത് വരെ ഓഫ് ചെയ്യരുത്. അടുത്ത ചോദ്യം അനുഗ്രഹയോടാണ്. സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ വേണ്ട പ്രചോദനം അല്ലെങ്കിൽ പ്രേരണ അനുഗ്രഹിക്കുക എവിടെ നിന്നാണ് കിട്ടിയത്? സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങിത്തിരിക്കാനുള്ള എന്റെ പ്രചോദനം തീർച്ചയായിട്ടും എനിക്ക് എന്റെ കുടുംബത്തിൽ നിന്നാണ് കിട്ടുന്നത്. കാരണം ഞാൻ എൻ്റെ ഒരു 6-ാം ക്ലാസ്സിലെ വെക്കേഷനില് ഫാമിലിയുടെ കൂടെയാണ് ആദ്യമായിട്ട് വിഷ്ണു യാത്രയ്ക്ക് പോകുന്നത്. ഛത്തീസ്ഗഡിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോ അത്രയും ചെറുപ്പത്തിൽ എന്താണ് വിഷ്ണു യാത്ര എന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ വീട്ടുകാരുടെ അപ്പൂസിന്റെ അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ പോയി. ഞങ്ങൾ രണ്ടുപേരും ചെറിയ കുട്ടികളായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് പോയതിനു ശേഷം അവിടെ ചെന്ന് നമ്മള് ഓരോ വില്ലേജുകൾ വിസിറ്റ് ചെയ്യലും അവരോട് ഇടപഴകൊക്കെ ചെയ്യുമ്പോൾ ആ ചെറിയ പ്രായത്തിലാണെങ്കിൽ പോലും വീണ്ടും അതുപോലെ ഈശോനെ പങ്കുവയ്ക്കാനായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം അന്ന് തൊട്ടേ കിട്ടിയിരുന്നു. ഓക്കെ. ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ധ്യാന കേന്ദ്രങ്ങളിൽ വൈദികരും അൽപായ പ്രേക്ഷിതരും അല്ലെങ്കിൽ നാൽക്കവലുകളിലെ സ്റ്റേജ് കെട്ടി മൈക്കിൽ പ്രസംഗിക്കുന്ന ചിന്തയിലോ ആയിട്ടാണ് ഞാനും ഇരുന്നത്. 2012 ഈ പാലക്കാട് സീനായിൽ ഒരു ധ്യാനം കൂടാൻ ഞാൻ പോയി. അപ്പോ 2-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും കൗൺസിലിങ്ങിനായിട്ട് പോയി. 2-ാമത്തെ ദിവസം ചേച്ചിയുടെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് പോയിരിക്കുമ്പോൾ ആ ചേച്ചി പറയുകയാണ്, ഞാൻ സുവിശേഷ പ്രഘോഷകനാണെന്ന് പ്രാർത്ഥിച്ചിട്ട് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തത് 4-ാമത്തെ ദിവസം വേറെ സഹോദരന്റെ അടുത്ത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഇരിക്കുന്ന ഒരു ഹാളില് ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹവും പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിനും കിട്ടുന്നു സുവിശേഷ പ്രഘോഷണം ഞാൻ നടത്തുന്നു. പല കാര്യങ്ങളൊക്കെ ചോദിച്ച് ലാസ്റ്റ് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, കൊച്ചുകുട്ടികൾക്ക് വചനം പറഞ്ഞു കൊടുക്കുകയും അവരെ ദൈവസ്നേഹത്തെക്കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വലിയ സുവിശേഷ പ്രഘോഷണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ സൺഡേ സ്കൂളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സുവിശേഷ പ്രഘോഷണമാണല്ലോ എന്ന ചിന്ത എനിക്ക് അന്നാണ് മനസ്സിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഈ അടുത്ത ചോദ്യം അനുഗ്രഹയോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ അനുഗ്രഹ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്നും ഇതിനിടയ്ക്ക് എത്ര മിഷൻ യാത്രകൾ നടത്തി, കുടുംബത്തോടൊപ്പവും അല്ലെങ്കിൽ തനിയായിട്ടും എത്ര മിഷൻ യാത്രകൾ നടത്തി, അതിന്റെ കുറിച്ചൊന്ന് പറയാം. ഞാനിപ്പോ ഏകദേശം ഒരു 9ഓളം മിഷൻ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കായിട്ട് 2 യാത്രകള് രാജസ്ഥാനിലേക്കും ഹാസരിബാഗ് ജാർഖണ്ഡിലേക്കുമാണ് പോയിട്ടുള്ളത്. പിന്നെ കുടുംബത്തോടൊപ്പം ബാക്കി 7 സ്ഥലങ്ങളിലേക്ക് അങ്ങനെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ +2 കഴിഞ്ഞിട്ട് 1 വർഷം ബ്രേക്ക് എടുത്തത് മൊത്തം ഒരു 13 മാസത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക് എടുത്ത് ഞങ്ങൾ മണിപ്പൂരിലേക്ക്, അവിടെ ഒരു 5 മാസം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഊട്ടിയിലേക്ക് മാറി, അവിടെ ഒരു 6 മാസം. അങ്ങനെ ആസാമിലേക്ക് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഊട്ടിയിലേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെ മൊത്തം 13 മാസമായിട്ട്
ബ്രേക്ക് എടുത്തും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു മിഷനിലേക്ക്. ഓക്കെ. സിരിച്ചോടാണ് ചോദ്യം. ഈ സുവിശേഷ പ്രഘോഷണ മേഖലകളിൽ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ ദൈവിക ഇടപെടലുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ രണ്ടു മൂന്നെണ്ണം പങ്കുവെക്കാം. ഉറപ്പായിട്ടും ഞാൻ ജീസസ് യൂത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇറങ്ങി നടക്കുമായിരുന്നു ഇങ്ങനെ മനുഷ്യനെ കണ്ട് അവരോട് സംസാരിക്കാനായിട്ട്. അങ്ങനെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഒരു ചേട്ടൻ ഇങ്ങനെ വഴിയിലിരിക്കുക. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തോന്നി ഈ ചേട്ടനോടൊന്ന് സംസാരിക്കണം. അപ്പൊ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പോയിരുന്നു. ചേട്ടാ എന്നാണ്ട് വിശേഷം, മുഖം എന്നാ വാടിയിരിക്കുന്നേ. അപ്പൊ ആ മനുഷ്യൻ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വേദനകളെല്ലാം പങ്കുവച്ചിട്ട് അവസാനം അദ്ദേഹം ഒരു സൈഡിൽ നിന്ന് ഒരു വിഷക്കുപ്പി എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാൻ വേണ്ടി വന്നിരുന്നു മോനെ. എൻ്റെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് പിണങ്ങി, മക്കള് ഉപേക്ഷിച്ചു. അദ്ദേഹം വളരെ നിരാശനായിട്ട് ഒരു വഴി സൈഡിൽ ഇങ്ങനെ സന്ധ്യയായ സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഓർക്കാണ് അന്ന് ഈശോ ആ മനുഷ്യനോട് സംസാരിക്കാൻ പറഞ്ഞത് ആ മനുഷ്യനെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിരുന്നു. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് 1 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. വിഷകുപ്പി എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്നു, ഒരു ഡിവൈനിൽ കൊണ്ട് ധ്യാനം കൂടിച്ചു. ഇന്നും ആ മനുഷ്യൻ വളരെ സന്തോഷവാനായിട്ട് ധ്യാനമൊക്കെ കൂടി ശുശ്രൂഷകനായിട്ട് ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ട്. പ്രൈസ്. അതൊരു അനുഭവം. 2, ഒരുപാട് മനുഷ്യരെ ഇങ്ങനെ വ്യക്തിപരമായി ഈശോയിലേക്ക് അടുപ്പിക്കാൻ ഈശോ എന്നെ സഹായിച്ചിട്ടുണ്ട് അന്നും ഇന്നും. ഞാൻ അവർക്ക് ഒരു ഇടവപ്പള്ളിയിൽ വികാരിച്ചം പറഞ്ഞിട്ട് ഒരു വീട്ടിൽ പോയത് ഓർക്കുന്നുണ്ട്. ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണ്. ഒരു രാത്രിയിൽ ആ വീട്ടിൽ ചെന്ന് ഈ വീടിന്റെ വാതിൽ മുട്ടി അജാനുവാഹമായ ഒരു മനുഷ്യൻ ഇങ്ങനെ വാതിൽ തുറന്നു. വളരെ അരിശത്തോടെ എന്നോട് ചോദിച്ചു, എന്നാ വന്നേ, എവിടുന്നാ വന്നേ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇടവയിൽ വികാരിച്ചം പറഞ്ഞു വിട്ടിട്ട് വന്നാ. അപ്പൊ ഈ മനുഷ്യൻ എന്നെ മനസ്സിലോടെ വീട്ടിനകത്ത് കയറ്റി. ഞാൻ ആ വീട്ടിനകത്തിരുന്ന് ഈ മനുഷ്യനെ നോക്കി. ആ മനുഷ്യന്റെ കുടുംബത്തിൽ ആരുമില്ല. പെട്ടെന്ന് എന്നോട് ഈശോ പറഞ്ഞു, ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു. ഈശോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ആദ്യമൊക്കെ അദ്ദേഹം മനസ്സിലോടെ കേട്ടു. അവസാനമായപ്പോഴത്തേക്ക് ഇത് 2 കണ്ണും തുറന്ന് ഇങ്ങനെ എന്നെ മുഖത്ത് നോക്കിയിരുന്നു, കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അവസാനം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വികാരിച്ചന്റെ അടുത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ മനുഷ്യൻ പരോളിന് വന്നായിരുന്നു. ഒരാളെ കഴുത്ത് ഞെരിച്ച്, തോർത്ത് നനച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്ന ഒരാളെയാണ് അച്ഛൻ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ പറഞ്ഞു വിട്ടത്. അത് ഞാൻ മനുഷ്യനെ പരോള് തീരുന്നതിന് മുമ്പ് ഒരു ധ്യാനമൊക്കെ കൂടി വലിയ മാനസാന്തരപ്പെട്ടാണ് ജയിലിലേക്ക് പോയത്. അങ്ങനത്തെ ധാരാളം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കുന്നവരുടെ 1-2 അനുഭവങ്ങൾ ഷെയർ ചെയ്യാമോ? എന്റെ അനുഭവം എന്ന് പറയുമ്പോ ഞങ്ങളിപ്പോ 1 വർഷത്തോളം ബ്രേക്ക് എടുത്ത് മിഷന് പോയ സംഭവം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ +2 കഴിഞ്ഞ് ആ മിഷൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് ഡിഗ്രിക്ക് ചേരാനായിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പൊ ഞങ്ങള് ആദ്യം മണിപ്പൂർക്ക് പോയി. അവിടെ ഒരു 5 മാസം കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടുന്ന് ഊട്ടിയിലേക്ക് മാറ്റി. അപ്പൊ ഞങ്ങൾ ആദ്യം ഞങ്ങള് ഇവിടുന്ന് പോകുമ്പോ മണിപ്പൂര് 1 ഇയർ ഫുള്ള് മണിപ്പൂരായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയേ. അപ്പൊ 5 മാസം കഴിഞ്ഞ് പിന്നെ അവിടെ തിരിച്ചു വരുമ്പോ നമുക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് ഊട്ടിയിലേക്ക് മാറി അവിടുന്ന് തിരിച്ചു പോരണേക്കാട്ടൊക്കെ മുന്നേ ഒരു ഫെബ്രുവരി ഒക്കെ സമയത്താണ് നമ്മുടെ ഇവിടെ കൊറോണ വ്യാപിച്ച് എല്ലാ ലോക്ക്ഡൌണും പിന്നെ യാത്രകളൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പൊ ഞങ്ങൾ മണിപ്പൂരിന്റെ ഒരറ്റത്തായിരുന്നു. അവിടുന്ന് ശരിക്കും ട്രെയിൻ കയറേണ്ട സ്ഥലത്തേക്ക് വരണമെങ്കിൽ പോലും 100 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് വേണം വരാൻ. അന്നത്തെ ആ ഒരു കൊറോണ സമയത്ത് ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ശരിക്കും വരാനായിട്ട് എന്തായാലും പറ്റില്ലായിരുന്നു. ഞങ്ങളുടെ ഭാവിയിലത്തെ ഇപ്പൊ പഠിപ്പാണെങ്കിലും അല്ലെങ്കിൽ ആ കൊറോണ കഴിയണവരെ ചിലപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ആയി പോയേനെ. അപ്പൊ അതിനൊക്കെ മുന്നേ, മാസങ്ങൾക്ക് മുന്നേ തമ്പുരാൻ അവിടെ നിന്ന് ഞങ്ങളെ വേറെ ശരിക്കും നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനത്ത് ഞങ്ങളെ കൊണ്ട് സേഫായി എത്തിച്ച് അവിടുന്ന് ആ കൊറോണ സമയത്ത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. നമ്മൾ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ അത് ദൈവത്തിന്റെ കരുതലായിരുന്നു. ഞങ്ങൾക്ക് അതിന് പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അത്രയും മാസങ്ങൾ കഴിഞ്ഞ പിന്നെ ആണ് ജീവിതത്തിൽ അത് മനസ്സിലായത്. പിന്നെ വേറൊരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ തനിച്ച് പോയ സമയങ്ങളില് അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ നമുക്കിപ്പോ ചെറിയൊരു തലവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലോ അവരോട് ഷെയർ ചെയ്യാം. കൂടെ അവരുണ്ട്, അവരെയാണ് ആശ്രയിക്കണേ. പക്ഷെ ഒറ്റയ്ക്ക് പോയ സമയത്ത് എനിക്ക് ആശ്രയിക്കാനായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയപ്പോ ഇപ്പൊ യാത്രയിലാണെങ്കിലും 3 ദിവസത്തെ ട്രെയിൻ യാത്ര. അപ്പൊ ഒറ്റയ്ക്ക് പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ജസ്റ്റ് ഡോറിന്റെ അവിടേക്ക് പോവാനോ പല്ലേക്കാൻ പോവാൻ വരെ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് തിരക്ക്, നിലത്ത് വരെ ആൾക്കാർ ഇരിക്കണ അത്രയും ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ ചെന്നിട്ടാണെങ്കിലും ഇപ്പൊ ഒരു
രാത്രി ഇരുട്ടത്ത് കാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച് വില്ലേജുകളിലേക്ക് വിസിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന സമയമൊക്കെ രാത്രിക്കാണ് വരുന്നത്. പക്ഷെ ഒരു ദിവസം ചെരുപ്പൊക്കെ പൊട്ടിയിട്ട് നടന്നു വന്നിരുന്നത്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള കാലുവേദനയോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ മൃഗങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. മൊത്തം ഈശോ നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോണത്. ആരും ആശ്രയിക്കാനില്ലാത്ത സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നമ്മളെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാൻ സാധിച്ചു. ഓക്കെ, ഇതുപോലെ ഒരു മലയാറ്റൂർ തീർത്ഥാടനം നടത്തിയത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നഗ്നപാതനായിട്ട് കയ്യിൽ 5 പൈസ ഇല്ലാതെ ഒരു 12 ആളുകള് കൊച്ചച്ഛന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 12 പേര് യാത്ര നടത്തി. കയ്യിൽ 5 പൈസ ഇല്ല. അച്ഛൻ പറഞ്ഞു നിങ്ങള് വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കരുതിയത് അച്ഛന്റെ കയ്യിൽ നിന്ന് കാശൊക്കെ മുടക്കി ഞങ്ങളെ കൊണ്ടുപോകുക എന്നാണ് ധരിച്ചിരുന്നത്. പക്ഷെ ഞങ്ങള് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനൊരു ചട്ടി പോലത്തെ ഒരു പാത്രം എല്ലാവരുടെയും കയ്യിലേക്ക് എടുത്തു തന്നു. കുറുപ്പമ്പടി എന്ന് പറഞ്ഞ സ്ഥലം മുതല് മലയാറ്റൂര് വരെ ഞങ്ങൾ 3 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഇരുവശങ്ങളിലുള്ള വീടുകളിൽ കയറി ഒരു ഗാനം ആരംഭിക്കും. പിന്നെ ബൈബിള് തുറന്ന് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 5 പേരുടെ വാക്യങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോവുകയും നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണ്ണമോ വെള്ളിയോ ചെമ്പോ കരുതരുതെന്ന ആ വചനഭാഗമായിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത്. അവിടുന്ന് ആ യാത്ര തുടങ്ങി 2 ദിവസം കഴിഞ്ഞ് തിരികെ വരുന്നവരെ 70ഓളം കിലോമീറ്റർ ഞങ്ങള് ചെരുപ്പ് ഉപയോഗിക്കാതെ നഗ്നപാതനായിട്ടായിരുന്നു നടന്നത്. ആ യാത്രയിൽ ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണം. ഓരോ വീടുകളിലും കയറി ഈ ബൈബിള് വായിച്ച് അവരിൽ നിന്ന് തരുന്ന എന്തെങ്കിലും എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് കഴിച്ചു പോയൊരു യാത്ര തമ്പുരാന് വേണ്ടി ഈ സുവിശേഷ പ്രഘോഷണം നടത്താനായിട്ടൊരു അവസരം ദൈവം നന്നായിട്ട് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സുവിശേഷനോട് അടുത്ത ചോദ്യം, ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലൂടെയുള്ള സുവിശേഷ പ്രഘോഷങ്ങളാണ് സുവിശേഷം നടത്തുന്നത്? ഞാൻ മതാധ്യാപകനായിട്ട് വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ധ്യാന കേന്ദ്രങ്ങളിൽ കൗൺസിലിങ്ങും വചനപ്രഘോഷണത്തിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഈ നാളുകളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എനിക്ക് തന്നൊരു വലിയൊരു ബോധ്യം, പരിശുദ്ധാത്മാവിന്റെ പ്രേരണ. അതായത് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്ക് ഇടവകയെ സപ്പോർട്ട് ചെയ്യുന്ന, ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ ഇടവകളിൽ രൂപപ്പെടുത്തുവാനും വേണ്ടിയുള്ള ശക്തമായൊരു പ്രചോദനം. അപ്പം കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ആ ഒരു ഉത്തരവാദിത്വം കൂടി അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു ഇടവപ്പള്ളി പോയി ഒരു അച്ഛനെ കണ്ട് സംസാരിച്ചിട്ടാണ്. ഇപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ നമുക്ക് അടുത്ത മാസം തൊട്ട് തുടങ്ങിയേക്കാന്ന് പറഞ്ഞു. ഒരു സെമിനാർ നടത്തുക, കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിനുശേഷം അവിടെ അതിനോട് താല്പര്യമുള്ളവരെ ഒരുമിച്ച് കൂട്ടുക. അങ്ങനെ ധാരാളം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഹൈറേഞ്ചിന്റെ ഈ മേഖലയിൽ എന്നിലൂടെ പരിശുദ്ധാത്മാവയും തുടങ്ങുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. പലരും ശ്രമിച്ചിട്ട്, എന്നെ പൊക്കി പറയുകയല്ല, പലരും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരു മേഖലയാണത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ സഭയെ താങ്ങി നിർത്താൻ എന്നാലാവുന്ന വിധം എന്താണ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ധാരാളം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ രൂപപ്പെടുത്തുകയും അതിനെ ആഴ്ചയിൽ ഒരു ദിവസം പോലും വീട്ടിലിരിക്കാൻ സമയമില്ല, എല്ലാ കൂട്ടായ്മകളിലൂടെ പോവുകയും ധാരാളം മനുഷ്യരെ ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അവരോടൊപ്പം സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ എത്രയോ മനുഷ്യരാണ് അവരുടെ വേദനകൾ പങ്കുവെക്കുക. അപ്പൊ തുടർന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം ഒരു ദിവസം പോലും മെനക്കെടാതെ ഈശോ ഓടിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അനുഗ്രഹ ഏതൊക്കെ മേഖലകളിലൂടെയാണ് സുവിശേഷ പ്രഘോഷണം നടത്തുന്നത്? ജീസസ് യൂത്തിലും അതുപോലുള്ള ഞാൻ ജീസസ് യൂത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ അപ്പച്ചന്റെ അമ്മച്ചിയുടെയും കൂടെ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഏതെങ്കിലും സാഹചര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോവാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, എന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ കോവിഡ് കാലഘട്ടത്തിലാണ് കൂടുതൽ സുവിശേഷ പ്രഘോഷണം നടത്താനായിട്ട് എനിക്ക് അവസരം കിട്ടിയത്. ഹോളികോ മിനിസ്ട്രിയുടെ ഷൂവ് എന്ന പ്രോഗ്രാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അതിന്റെ പിന്നില് എല്ലാ കാര്യങ്ങളിലും ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. ഒരു 4 വർഷക്കാലമായിട്ട് ഇപ്പോൾ ഹോളികോ മിനിസ്ട്രിയുടെ സജീവ സാന്നിധ്യമായിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നു. ഓരോ ബാച്ചിലും കടന്നു വരുന്നവരെയൊക്കെ സബ് ഗ്രൂപ്പുകൾ തിരിച്ച്, ഞാൻ കോതമംഗലത്ത് പെട്രോൾ പമ്പിലാണ് വർക്ക് ചെയ്യുക. രാവിലെ 9 മുതൽ 12 മണി വരെ എനിക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ട്. അതിനിടയിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തി പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് തമ്പുരാൻ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ്. പിന്നെ ഞങ്ങളുടെ ഇടവകയിലെ പിതൃവേദി എന്ന ഒരു സംഘടന ഉണ്ട്. അതില് ഇടവകയിൽ നിന്ന് ആര് മരിച്ചാലും ആ വീട്ടില് തലേ ദിവസം അച്ഛനും
4 അച്ഛന്മാരും ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളെല്ലാം പോയി അവർക്ക് വേണ്ടി ഒഫീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ കാറ്റഗിസം മേഖലയിലാണെങ്കിൽ 26ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ നിരവധി പരിപാടികൾ ഈ സുവിശേഷ പ്രവർത്തകരായിട്ട് എനിക്കും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹോളി ഹോം നടത്തുന്ന ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്കും ഇതിലൂടെ പങ്കെടുക്കാനൊക്കെ അവസരം കിട്ടി. ഒരു വ്യക്തിയെ സ്നേഹത്തോടെ ഒന്ന് നോക്കുമ്പോൾ, അവരോടൊന്ന് സംസാരിക്കുമ്പോൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ എല്ലാം സുവിശേഷ പ്രഘോഷണമാണ് നടക്കുക എന്ന് നമ്മുടെ ഈ ഷൂബിന്റെ ഈ 6ാം ബാച്ചിലൂടെയും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനിയും നിങ്ങളുടെ ഇടവകയിലെ രൂപതയിലെ ലോകം മുഴുവനും സഭയ്ക്ക് വേണ്ടി സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുവാൻ കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ ചൈതന്യത്തോടെ ദൈവവചനം പ്രസംഗിക്കാൻ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിന് ഹോളി ഹോം മിനിസ്ട്രിയുടെ നന്ദിയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ആമേൻ. സുവിശേഷ പ്രഘോഷണം കുടുംബത്തിൽ എന്ന വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനായി ഷിബു ജോസഫ് ചേട്ടനെ ക്ഷണിച്ചോളുന്നു. കുടുംബം ആണ് യഥാർത്ഥത്തിൽ സുവിശേഷ പ്രഘോഷണത്തിന്റെ കേന്ദ്ര തലം കുടുംബമാണ്. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്നത് എവിടെയാണ്? മൈക്കൊക്കെ നമുക്ക് ഓണാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ചോദിച്ചും പറഞ്ഞും പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുടുംബത്തിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞെല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ജീവിതത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കേണ്ടത്, ദൈവത്തെക്കുറിച്ച് പഠിക്കേണ്ടത്, നന്മയെക്കുറിച്ച് പഠിക്കേണ്ടത്, യഥാർത്ഥ മൂല്യങ്ങൾ പഠിക്കേണ്ടത് എല്ലാം എവിടുന്നാണ്? കുടുംബത്തിൽ നിന്നാണ് എന്ന് നമുക്ക് നന്നായിട്ട് നമുക്കറിയാം. അപ്പം ആ കുടുംബം, ഞാനിവിടെ സഭയുടെ സാമൂഹിക പ്രബോധനമാണ്. അതിൻ്റെ 5ാമത്തെ അധ്യായം കുടുംബത്തെക്കുറിച്ച് മാത്രമാണ്. കുടുംബം സാമൂഹിക ജീവിതത്തിൽ എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, കുടുംബത്തിലാണ് ഒരുവൻ കർത്താവിൻ്റെ സ്നേഹവും വിശ്വസ്തതയും പഠിക്കുന്നതും അവയോട് പ്രത്യുത്തരിക്ക് ആവശ്യമാണെന്ന് പഠിപ്പിക്കുന്നതും. വളരെ കൃത്യമായിട്ട് കേൾക്കണം കേട്ടോ. സഭ നമ്മെ ഇത് ഇന്നല്ല, ഇത് എനിക്ക് ഒന്ന് എഴുതിയത് 1900 എന്തൊന്ന് ഞാൻ നോക്കിക്കോട്ടെ, പക്ഷെ ഞാൻ പിന്നെ നോക്കിയിട്ടൊന്ന് പറയാം. സഭയുടെ സാമൂഹിക പ്രബോധനം എന്ന സാമൂഹിക പ്രബോധനങ്ങളെക്കുറിച്ച് മുഴുവൻ സംക്ഷിപ്ത രൂപമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചക്രി ലേഖനങ്ങളാണ്. അവിടെ പറയുകയാണ്, കുടുംബത്തിലാണ് ഒരുവൻ കർത്താവിൻ്റെ സ്നേഹവും വിശ്വസ്തതയും പഠിക്കുന്നതും. കുടുംബത്തിൽ നിന്നാണ് കർത്താവിനോട്, ദൈവത്തോടുള്ള, ക്രിസ്തുവിനോടുള്ള സ്നേഹവും വിശ്വസ്തതയും പഠിക്കുന്നത്. എവിടുന്നാണ്? കുടുംബത്തിൽ. എങ്ങനെയാണ് കുടുംബത്തിൽ കർത്താവിനോടുള്ള സ്നേഹവും വിശ്വസ്തതയും പഠിക്കുക? മാതാപിതാക്കളിലൂടെ. എങ്ങനെ? ഞാൻ വീഡിയോ ഓണാക്കാൻ പറഞ്ഞത് ഇങ്ങനെ ചോദിച്ചും പറഞ്ഞൊക്കെ പോകാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എങ്ങനെയാണ് കുടുംബത്തില്? അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന്. ആരുടെ? മാതാപിതാക്കളുടെ. മാതാപിതാക്കൾ തമ്മിലുള്ള വിശ്വസ്തത കാണുമ്പോഴാണ് ഇത് കർത്താവിന്റെ വിശ്വസ്തതയാണ് എന്ന് പഠിക്കുന്നത്. മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹം എന്താണ് എന്ന് അനുഭവിക്കുന്നത്. അവിടെയാണ്. ഇപ്പോൾ ഒരു അപ്പനും അമ്മയും യഥാർത്ഥത്തിൽ കുടുംബത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തുക എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളോട് സുവിശേഷം, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലേ? ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ടല്ലോ അല്ലേ? ഹലോ, ഉണ്ട്. എപ്പോഴാണ് ചേച്ചി? എപ്പോഴാ? നമുക്ക് 7-നും 9-നും ഇടയ്ക്കുള്ള സമയത്ത്. എപ്പോഴെങ്കിലും അല്ല, വൈകിട്ട് 7-നും 9-നും ഇടയ്ക്കുള്ള സമയങ്ങൾ, ഈ മണിക്കൂറിനിടയ്ക്ക്. ഈ മണിക്കൂറിനിടയ്ക്ക്. പിന്നെ വേറെ 7 മണിക്കാണ്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള ഓൺലൈൻ മീറ്റിംഗ് ആണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. 7 മണിക്കാണ്. പിന്നെ ചേച്ചി പറയുന്നുണ്ട് മൈക്ക് ഓഫ് ആണേ. 7 മണിക്ക് ഇപ്പൊ ഈ ഷൂബിൽ കയറാനുള്ളത് കൊണ്ട് 7 മണിക്ക് ആക്കി. ഇപ്പൊ 7:30. നമ്മുടെയൊക്കെ വീടുകളിൽ കൃത്യനിഷ്ഠയോടെ ഒരു സമയത്ത് ക്ലിപ്തതയോടെ നമ്മൾ കുടുംബ പ്രാർത്ഥന എത്തിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ ഒരു കൃത്യതയോടെ, ഞാനിപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ ദിവസവും 7:30-ക്കാണ് കുരിശ് വരാം. ഞാൻ കുറേ മാസങ്ങൾ കോവിഡ് നമ്മൾ ഓൺലൈൻ പ്രോഗ്രാം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കൽ പോലും കയറാൻ പറ്റുന്നില്ലായിരുന്നു നേരത്തെ. കാരണം 6:30 മുതൽ ഞാൻ കരിസ്മാറ്റിക് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമൊക്കെ ആയി വന്ന സമയത്ത് 6:30 മുതൽ രാത്രി 12-1 മണി വരെ ഓൺലൈൻ മീറ്റിംഗ് പരിപാടികളായിരുന്നു.
അങ്ങനെ ഒരു ദിവസം ഇല്ലാതെ വന്നപ്പം പിള്ളേരും എല്ലാവരും ചോദിച്ചു, ആ പപ്പയ്ക്ക് കുടുംബ പ്രാർത്ഥനയൊന്നും ഇല്ല, ഭയങ്കര സുവിശേഷ പ്രഘോഷണമാണ്, അപ്പൻ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത് കാണാറേ ഇല്ല, കാരണം ഫുൾ ടൈം ഓൺലൈനിലാണ്. അങ്ങനെ വന്ന് ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസമായിട്ട് 7:30 കൃത്യം 7:30 കുരിശ് വരയ്ക്കും. ഇനി വേറെ എന്ത് മീറ്റിംഗ് പരിപാടി വന്നാലും ഞാൻ പിടിക്കല, 7 കഴിഞ്ഞിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. അങ്ങനെ കൃത്യനിഷ്ഠയോടെ കുരിശ് വരയ്ക്കുന്നത്, സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നത്, നമ്മൾ കുടുംബത്തിൽ സുവിശേഷം പറയുകയാണ്. ആരോട്? കുടുംബത്തിൽ. കുടുംബത്തിലുള്ള ഓരോ. അപ്പം വിരുന്നുകാർ വന്നോ? ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം 7:30 കുരിശ് വരച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ വികാരി അച്ഛൻ വന്നു. എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല, കുടുംബപ്രാർത്ഥനയാണ്. അച്ഛൻ കയറി അവർ കസേര ഇട്ടു, അച്ഛൻ കസേര ഇരുന്നു, കുടുംബപ്രാർത്ഥന മുഴുവൻ കഴിഞ്ഞ് സ്തുതിയും ചൊല്ലിയിട്ടാണ് അച്ഛൻ പോയത്. അത് നമ്മൾ അച്ഛനോട് എന്ത് പറയുകയാണ്? സുവിശേഷം പങ്കുവെക്കുകയാണ്. നമ്മുടെ വിരുന്നുകാർ വരുമ്പോൾ, ആവശ്യങ്ങൾ വരുമ്പോഴൊക്കെ അതിനു വേണ്ടിയുള്ള ഒരു ബലപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ 10 ആഴ്ചത്തെ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ, ഈ അടിസ്ഥാന സുവിശേഷം കേട്ട് കടന്നു പോകുമ്പോൾ അത് കേൾക്കാൻ മാത്രമുള്ളതല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിൽ അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുവിശേഷത്തിന്റെ മൂല്യബോധമുള്ളവരായി തീരുന്നത്. നമുക്കറിയാം, പണ്ട് സന്ധ്യാമണി അടിച്ചാൽ നമ്മുടെ എല്ലാ വീടുകളിലും കർത്താവിന്റെ മാതാ എന്ന പ്രാർത്ഥന കേൾക്കുമായിരുന്നു. പണ്ട് 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 അല്ലേ? ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഭാര്യ വളരെ മിടുക്കത്തി ആയതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥന അടിച്ചാൽ അപ്പം പിള്ളേരോട് അറിയാം കുരിശുവനെ അടിച്ചു എന്ന് പറയും. ഉടനെ കർത്താവിന്റെ മാലാക പിള്ളേരെല്ലാം കൂടെ ചെല്ലും. അത് സുവിശേഷ പ്രഘോഷണമാണ്. ചിലപ്പോൾ ഞാൻ പോലും ഓർക്കുകയില്ല, പക്ഷെ എൻ്റെ ഭാര്യ അപ്പോഴും പറയും സന്ധ്യാവനെ അടിച്ചു, വേഗം കർത്താവിന്റെ മാലാകയില്ല. അപ്പൊ എന്ത് പണിയാ എന്താണെങ്കിലും ആ സമയത്ത് എന്ത് ചെയ്യും? കർത്താവിന്റെ മാലാക പ്രാർത്ഥന ചെല്ലുമ്പോൾ അത് നമ്മോട് മാത്രമല്ല, മറിച്ച് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു പരിശീലനമാണ്, മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു പരിശീലനമാണ്. അപ്പൊ ആര് വീട്ടിൽ വന്നു? കഴിഞ്ഞ ദിവസം എൻ്റെ ബന്ധുക്കാർ വന്നപ്പം കുരിശുമനെ അടിച്ചു എന്ന് എൻ്റെ ഭാര്യ പറയും, പിള്ളേരെ ഉടനെ കർത്താവിന്റെ മാതാകയില്ലേ. അപ്പൊ അവരോട് നമ്മൾ എന്ത് ചെയ്തു? സുവിശേഷം, ശീലമല്ല സുവിശേഷം അവരോട്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, കുടുംബത്തിലാണ് ഒരുവൻ കർത്താവിന്റെ സ്നേഹവും വിശ്വസ്തതയും പഠിക്കുന്നത് മാത്രമല്ല, അവയോട് പ്രത്യുത്തരിക്ക് ആവശ്യമാണെന്ന് പഠിപ്പിക്കുന്നതും. അപ്പൊ ഈ കുടുംബം സുവിശേഷ പ്രഘോഷണത്തിന്റെ കേന്ദ്ര ഇടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും, നമ്മുടെ കുടുംബത്തിൽ വരുന്ന ഒരു മനുഷ്യൻ കർത്താവിനെ കണ്ടുമുട്ടണമെന്നും അനുഭവിക്കണമെന്നും ആ സ്നേഹാനുഭവത്തിൽ മുന്നോട്ട് പോകണമെന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ആ വിധത്തിൽ സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ പങ്കുവെക്കുന്നവരായി തീരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മീറ്റർ റീഡിങ്, കറണ്ടിന്റെ മീറ്റർ റീഡിങ് എടുക്കാൻ വരുന്ന മനുഷ്യനോട് നമ്മൾ സുവിശേഷം പറയുന്നത് എങ്ങനെയാ? അവന് 1 മണിക്ക് വരുമ്പോൾ അവനെ കയറ്റിയിരുത്തി ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തോട്, കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയുകയാണ്. സുവിശേഷത്തിന്റെ മൂല്യം അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ ഈ കേൾക്കുന്ന ദൈവവചനം, നമ്മൾ ഈ കഴിഞ്ഞുപോയ ആഴ്ചകളിലൂടെയൊക്കെ 9 ആഴ്ചകളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം സ്നേഹമാണെന്നും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിക്കണമെന്നും അനുഭവിച്ചത് നമ്മൾ എന്ത് ചെയ്യണം? പങ്കുവെക്കണം എന്നുള്ള, അത് പങ്കുവെക്കുകയാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. ഞാൻ എവിടെയോ വായിച്ചു കേട്ട ഒരു കാര്യം, ഒരു യാചകൻ, ഭിക്ഷക്കാരൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ നല്ല ബിരിയാണി കിട്ടി. ഉടനെ അവൻ അടുത്തുണ്ടായിരുന്ന എല്ലാ ഭിക്ഷക്കാരോടും പറഞ്ഞു, എടാ ആ വീട്ടിൽ പോയാൽ നല്ല ബിരിയാണി കിട്ടും എന്ന് പറയുന്നതാണ് സുവിശേഷ പ്രഘോഷണം എന്ന്. അല്ലെ? നമുക്ക് നല്ല വസ്ത്രം, ഒരു സാധനം കിട്ടിയാൽ, നല്ല ഒരു വസ്തു നമുക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ ഏറ്റവും വില കുറച്ച് കിട്ടിയാൽ, അല്ലെങ്കിൽ ഏറ്റവും നല്ല സാധനം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരോട് എന്ത് പറയും? ഇപ്പൊ നമ്മൾ പറയാ, അടുത്ത ഷൂവിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ മുഴുവൻ ഡൽഹിക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ പറയും ഒന്നും കൂടെ ഞാൻ കൂടും, അല്ലെ? വേണ്ടപ്പെട്ടവരോട് എടാ കുടിക്കോ, അല്ലെ? അതിനോട് താല്പര്യം ആഗ്രഹമുള്ളവർ ഉടനെ എന്ത് ചെയ്യും? അതിനോട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് പോലെ തന്നെ ഈ സുവിശേഷ പ്രഘോഷണം നമ്മുടെ ജീവിതത്തിന്റെ ഈ ഒരാഴ്ച, ഈ 10 ആഴ്ചകളിലൂടെ 9 ആഴ്ചകളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുവിശേഷം പങ്കുവെക്കുന്നത്, നിങ്ങൾക്ക് കിട്ടിയ അനുഭവം മറ്റുള്ള മനുഷ്യരോട് ഇങ്ങനെ ഓൺലൈനിൽ ഞാൻ പങ്കെടുത്തു എന്നും ഇതെന്റെ അനുഭവമാണെന്നും ഒക്കെ പറയുന്നത്, നിങ്ങൾ വീടുകളിൽ ഇരുന്ന് കൂടുമ്പോൾ സുവിശേഷ പ്രഘോഷമാണ്. അല്ല, ഞാനിവിടെ ഇരുന്ന് പറയുമ്പോൾ അത് എന്താണ്? സുവിശേഷം. ഞാൻ ഓടി വരാനായിട്ട് ഫോൺ വിളിച്ചു പറഞ്ഞു, എങ്ങനെ ഞാൻ കൃത്യം എത്തുള്ളൂ, അപ്പോഴത്തേക്കും ലാപ്ടോപ്പ് എല്ലാ സാധനം സെറ്റ് ചെയ്താൽ വെച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ അവർക്കറിയാം
അത് അവരോട് സുവിശേഷ പ്രഘോഷണമാണ്. ഈ സമയത്ത് ഒരാളും വന്ന് എന്നെ ശല്യപ്പെടുത്തൂല, ഒരു കാര്യത്തിന് എന്നെ വരില്ല. കാരണം ഞാൻ ഇതാണ് എന്നുള്ള കാര്യം അറിയാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാനിത് ഇവിടുന്ന് പ്രഘോഷിക്കുമ്പോൾ പറയുമ്പോൾ ഈ പറയുന്ന മുഴുവൻ ആര് കേൾക്കുന്നുണ്ട്? കുടുംബം. കുടുംബം കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മോശക്കാരനായി ജീവിക്കാൻ പറ്റുമോ? ഇല്ല. സുവിശേഷം യഥാർത്ഥത്തിൽ നാം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ കുറെ കൂടി വിശ്വസ്തതയും സ്നേഹവും ഒക്കെ വർദ്ധിക്കുകയാണ്. അതിന് വീണ്ടും പറയുന്നത് ഇപ്രകാരമാണ്: കുടുംബത്തിൽ വെച്ചാണ് കുട്ടികൾ പ്രായോഗിക ജ്ഞാനത്തിന്റെ പ്രഥമവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠങ്ങൾ പഠിക്കുന്നത്. കുടുംബത്തിൽ വെച്ചാണ് കുട്ടികൾ കുരിശു വരയ്ക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, അല്ലെ? നമ്മളെ പഠിപ്പിക്കാറുണ്ട് എങ്ങനെ ഇരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം. ആ ക്രൈസ്തവ മൂല്യങ്ങൾ മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് സുവിശേഷ മിനിങ്ങാന്ന് എൻ്റെ മൂന്നാമത്തെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ വന്നപ്പോൾ അവൻ്റെ ബാഗ് നോക്കിയപ്പോൾ 50 രൂപ അതിനകത്ത് കിടക്കുന്നു, 60 രൂപ. ഉടനെ എൻ്റെ ഭാര്യ ഇത് കണ്ടുപിടിക്കാൻ മിടുക്കിയ. അവൾ വിളിച്ചു, ഇത് ആരുടെ, നീ എവിടുന്ന് എടുത്തുകൊണ്ട് പോയത്? അവൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എൻ്റെ അല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അത് അവൻ ഇന്നലെ കൊണ്ടുപോയി ടീച്ചറെ കൊടുത്തു. ടീച്ചർ, ഇത് എൻ്റെ കാശല്ല, ഇത് എവിടുന്ന് ആരാ വെച്ചെന്ന് എനിക്ക് അറിയത്തില്ല. അതെന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? സുവിശേഷത്തിന്റെ മൂല്യമാണ്. നമ്മുടെ കുടുംബം അങ്ങനെയാ സുവിശേഷം പ്രഘോഷിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ കുടുംബത്തിലുള്ളവരോടൊക്കെ സുവിശേഷത്തിന്റെ മൂല്യം പകർന്നു കൊടുക്കാൻ പരിശീലിപ്പിക്കുന്ന ഇടമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ, അല്ലെ, ഒരാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൽ എല്ലാ ദിവസവും ഞങ്ങളെ കുടുംബം എല്ലാവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എല്ലാ ദിവസവും പനിയാണ്, എന്താണെങ്കിലും പനി അങ്ങനെ വരാറില്ല, എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ആ പള്ളിയിൽ പോകുന്നത് ഒരു സുവിശേഷ പ്രഘോഷണമാണ്. ആരോടൊക്കെയാണ്? എൻ്റെ കുടുംബത്തോടെ ഞാൻ സുവിശേഷ പ്രഘോഷണമാണ്. LKG പഠിക്കുന്ന 6ാം ക്ലാസ്സുകാരിയാ, ഒരു വയസ്സ് ഉണ്ടായപ്പോൾ മുതലേ പോകുന്നതാണ്. എങ്കിലും അപ്പം ക്രിസ്മസിന് 25 ദിവസം, ഈസ്റ്ററിന് 50 ദിവസം എല്ലാം സമ്മാനം കിട്ടും. കാരണം ഈ സ്ഥിരം പോകുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സമ്മാനം മേടിക്കാനല്ല, മറിച്ച് അപ്പൊ എന്ത് ചെയ്യുന്നു? ഇടവക്കാർക്ക് അറിയാം, അവരെല്ലാവരും. അപ്പൊ എന്നെ കണ്ടില്ലെങ്കിൽ ഉടനെ അറിയാം എവിടെയോ പോയതാ. പിറ്റേ ദിവസം ഇന്നലെ എവിടെയായിരുന്നു, അല്ല ഒരാഴ്ചയായല്ലോ കണ്ടിട്ട്. അപ്പൊ അത് നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മൾ നമ്മുടെ ഇടവക ജനത്തോട്, വികാരിയച്ഛനോട്, അച്ഛാ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ വികാരിയച്ഛനെ കാണും, വർത്താനം പറയും, അച്ഛാ ഇങ്ങനെ പോകുന്നുണ്ട്, ഇന്ന കാര്യം എന്ന് പറയും. അതൊക്കെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ, അതുകൊണ്ടാണ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, കുടുംബത്തിൽ വെച്ചാണ് കുട്ടികൾ പ്രായോഗിക വിജ്ഞാനത്തിന്റെ, ക്രൈസ്തവ മൂല്യങ്ങളുടെ, ക്രൈസ്തവ ധാർമ്മികതയുടെ അഭ്യാസങ്ങൾ പഠിക്കുന്ന ഇടം. നുണ പറയരുത്, കള്ളത്തനം കാണിക്കരുത്, മോഷ്ടിക്കരുത്, ബഹുമാനിക്കണം, ആദരിക്കണം, മാന്യമായി, ഇല്ലേ, നമ്മൾ സാധാരണ പഠിപ്പിക്കാറുണ്ടല്ലോ, അല്ലെ? ശരിയല്ലേ? ഇത് എവിടുന്ന പഠിക്കുന്നത്? ഇതൊക്കെ ക്രൈസ്തവ മൂല്യമാണ്, സുവിശേഷ പ്രഘോഷണത്തിന്റെ മൂല്യമാണ്. അത് നമ്മൾ കൃത്യമായി പരിശീലിക്കണം എന്നുള്ള കാര്യം പറയുകയാണ്. അതിന് വീണ്ടും പറയുകയാണ്, ഇതുകൊണ്ടെല്ലാം വിവാഹ ജീവിതത്തിൽ സ്നേഹത്തിന്റെയും വിശ്വസ്തതയും ഗ്യാരണ്ടി നൽകുന്നത് കർത്താവ് തന്നെയാണ്. ഈ സുവിശേഷം പ്രഘോഷിക്കാൻ രണ്ടുപേരെ എന്തിനാ യോജിപ്പിച്ചാക്കിയത്? സുവിശേഷം പറയാനാണ്. ഒരാൾ ഒറ്റയ്ക്കായാൽ, കൂട്ടായ്മയുടെ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടല്ലോ സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ, രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ ചൂട് ലഭിക്കും. ഒരാൾ ഒറ്റയ്ക്കായാൽ എങ്ങനെ ചൂട് കിട്ടും? രണ്ടുപേർ ഒരുമിച്ച് അധ്വാനിച്ചാൽ കുറെ കൂടി ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ഈ സുവിശേഷ പ്രഘോഷണം കുടുംബത്തിൽ അപ്പനും അമ്മയും ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഫലപ്രദമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രയോഗിക്കാനായിട്ട് പറ്റും. അത് കൂടുതൽ ഫലപ്രദമാണ്. ഇപ്പൊ ഞാൻ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പുറത്തു പോകുന്നുണ്ട്, പക്ഷെ എൻ്റെ ഭാര്യ പുറത്തു പോകുന്നില്ല. അവൾ എങ്ങനെയാ സുവിശേഷം പ്രഘോഷിക്കുന്നത്? കുഞ്ഞുങ്ങൾ ഈ കാര്യങ്ങളിൽ മുഴുവൻ ശ്രദ്ധിച്ച് രാവിലെ എഴുന്നേറ്റ്, ഞാൻ ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എല്ലാം ശരിയാക്കി നടന്ന് പള്ളിയിൽ പോയി തിരിച്ചു വന്ന്, അല്ലെ, സ്കൂളിലാണെങ്കിലും സ്കൂള് വൈകിട്ട് കുർബാനെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് നേരെ പള്ളി വരും. അപ്പൊ അത് സുവിശേഷം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ബാഗിൽ ആരെങ്കിലും പേനയുണ്ടോ, പെൻസിലുണ്ടോ, റബ്ബറുണ്ടോ, വേറെ എന്തെങ്കിലും സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ, ഇതൊക്കെ സൂക്ഷ്മതയോടെ പരിശോധിക്കുന്നത് നമ്മുടെ സുവിശേഷം എന്ത് ചെയ്യലാണ്? പങ്കുവെക്കലാണ് എന്ന് പറയുകയാണ്. അതിന് പറയാണ്, യേശുക്രിസ്തു ഒരു യഥാർത്ഥ കുടുംബത്തിൽ പിറന്നു, കുടുംബത്തിന്റെ എല്ലാ സവിശേഷതയും അംഗീകരിച്ച് അതിൽ ജീവിച്ചു. അങ്ങനെ കുടുംബം സുവിശേഷത്തിന്റെ കേന്ദ്രമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് തിരുക്കുടുംബമാണ്, നസ്സത്തിലെ തിരുക്കുടുംബമാണ്. അതുപോലെ നമ്മുടെ കുടുംബം സുവിശേഷം പങ്കുവെക്കുന്ന
ഇടമായി മാറണം എന്നുള്ളതാണ്. അവിടെ എങ്ങനെയാണ്? കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സുവിശേഷ പ്രഘോഷണത്തിന്റെ എന്താ ഇടമാണ്. കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് സുവിശേഷ പ്രഘോഷണത്തിന്റെ ഏറ്റവും വലിയ മൂല്യമാണ്. ആ കുഞ്ഞുങ്ങൾ സുവിശേഷത്തിന്റെ മൂല്യത്തിനനുസൃതമായിട്ട് വരും. അപ്പം ഈ ഫ്രാൻസിസ് ചേട്ടൻ നിങ്ങളോട് പറഞ്ഞ ഈ സുവിശേഷ പ്രഘോഷണം എന്നുള്ള അടിസ്ഥാനപരമായി നമ്മളൊരു മാമോദീസയിലൂടെ കിട്ടിയ കടമ, ആ കടമ ഏറ്റവും നന്നായി ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ എന്ത് ചെയ്തു? ഒരുമിപ്പിച്ചു അല്ലേ? അതിന് വീണ്ടും എന്ത് ചെയ്തു? അത് പരിശീലിപ്പിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ നൽകി. കുംസാരിക്കണം എന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും കുംസാരിക്കാതെ പിള്ളേരോട് കുംസാരിക്കാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നുണ പറയരുതെന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും നുണ പറയാതെ അല്ലേ പറയാൻ പറ്റുള്ളൂ. കള്ളത്തരം കാണിക്കരുതെന്ന്, ചീത്ത വാക്ക് പറയരുതെന്ന് അപ്പനും അമ്മയും പറയണമെങ്കിൽ ആദ്യം അപ്പനും അമ്മയും എന്ത് ചെയ്യണം? അതിരിക്കണം അല്ലെ? അപ്പം നമ്മുടെ പരിശീലനമാണ്. കുടുംബത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്നത് പറയുന്നത് നമ്മുടെ പരിശീലനമാണ്. ഏഷ്യയിലെ സഭ എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറയുന്ന ഇപ്രകാരമാണ് 46-ാമത്തെ നമ്പറിൽ, ക്രൈസ്തവ നേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ കുടുംബം ഗാർഹിക സഭയാണ്. സഭ മുഴുവനും എന്ന പോലെ ക്രൈസ്തവ കുടുംബം ജീവിത നിയമമായി സുവിശേഷ സത്യം നിലകൊള്ളുന്ന സ്ഥാനമായിരിക്കണം. അതിട്ട് വീണ്ടും പറയുകയാണ്, ഈ സാഹചര്യത്തിൽ പ്രയാസമേറിയ കാലങ്ങളിലും സാഹചര്യങ്ങളിലും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്രൈസ്തവ കുടുംബം വിളിക്കപ്പെട്ടിരിക്കുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾ. വളരെ പ്രതിസന്ധിയിലാണ്, വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വിവാഹമോചനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു മതവിശ്വാസത്തിലുള്ളവരുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ വളരെയേറെ വർദ്ധമാനമാകുന്നുണ്ട്. അങ്ങനെ പ്രയാസമേറിയ കാലത്തിലാണെങ്കിലും സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ കുടുംബത്തിന്റെ ഏറ്റവും, ഒരർത്ഥത്തിൽ നമ്മൾ സുവിശേഷം പറയാതെ പോകുന്നതാണ് നമ്മുടെ കുടുംബങ്ങൾ വഴിതെറ്റി പോകുന്നത്, കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നത്. നമ്മൾ പലപ്പോഴും ജീവിക്കാനുള്ള മാർഗം മാത്രം തേടുമ്പോൾ ഈ സുവിശേഷത്തിന്റെ മൂല്യം നമ്മൾ വിട്ടുപോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം ഈ സുവിശേഷത്തിന്റെ വലിയ മൂല്യങ്ങളുടെ സ്ഥാനമാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും നമ്മുടെ കുടുംബത്തിൽ ചെറുതായിട്ട് നമ്മൾ ഈ കേട്ട ചിന്തകളുടെ വെളിച്ചത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇന്ന് കുടുംബ പ്രാർത്ഥന ഒരു കൃത്യസമയത്ത് ചെയ്യുന്നതിലേക്ക് അല്ലെ, സുമതി ചേച്ചി ഇപ്പം ഇറ്റലിയിലാണ്, അപ്പം അവിടെ നിന്ന് ചിലപ്പോൾ ചെയ്യാൻ പറ്റൂലേ. പക്ഷെ വ്യക്തിപരമായി ആ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഒരു വ്യക്തത ഉണ്ടാവാൻ, രാവിലെ എഴുന്നേറ്റ് ദൈവവചനം വായിക്കുന്നതിൽ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവവചനം വായിക്കുന്നതിൽ, അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയിൽ കൃത്യമായി പങ്കെടുക്കുന്നതിൽ, എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പോകുന്നതിൽ, കൗദാശിക ജീവിതത്തോട്, അതുപോലെ ക്രൈസ്തവ മൂല്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നുണ പറയരുത് എന്ന വലിയ ശീലം, സത്യം മാത്രമേ എല്ലാവരോടും എല്ലാ സത്യവും പറയണത്, പക്ഷെ സത്യം മാത്രമേ പറയൂ എന്ന്, കള്ളത്തരം കാണിക്കത്തില്ല എന്ന്, അല്ലെങ്കിൽ ചീത്തവാക്കുകൾ പറയില്ല എന്ന്, അങ്ങനെയുള്ള ക്രൈസ്തവ മൂല്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നതിൽ എന്തു വലിയ ലാഭം ഉണ്ടായാലും കള്ളത്തരം കാണിക്കില്ല എന്നുള്ള ചിന്ത. ഞാൻ ഇപ്പോഴും പെട്ടെന്ന് ഓർത്തൊരു കാര്യം, ഒരു പ്രാവശ്യം ഈ വീട്ടിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് മീറ്റർ റീഡിങ്ങിന് വരുന്ന ആളാണെങ്കിൽ സ്ഥിരം വരുന്ന ആളായിരിക്കും മിക്കവാറും. അപ്പോൾ ആദ്യം ഒരാൾ വന്നു, ഞാൻ വന്നു, 10 മണിയായി, ഇപ്പം ഞാൻ എന്നെ കണ്ടു. ഞാൻ പറഞ്ഞു, ആ സാറേ എന്നാ കയറിയിരിക്കേ, നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അയ്യോ വേണ്ട. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ 10 മണിയായില്ലേ, ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ പറഞ്ഞു, സാറേ കയറിയിരിക്കുക. അപ്പം പിള്ളേരെല്ലാം 3-4 പേരുള്ളത് കൊണ്ട് എളുപ്പമായി. പിള്ളേർ വന്ന് കൈ പിടിച്ചു, സാറേ വാന്നും പറഞ്ഞ് കൈയെ പിടിച്ചു. അപ്പോൾ സാറ് കയറി അകത്ത് വന്ന് ഇരുന്നു, ചായ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, കപ്പയുണ്ട് കഴിക്കാം. വേണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞ് ഭക്ഷണം കഴിച്ചു. ഞാൻ ചോദിച്ചു, എവിടുന്നാ കഴിച്ചത്, ഏത് വീട്ടിൽ നിന്നാണ് കിട്ടിയേ? എനിക്കറിയാം കഴിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. സാബുച്ചേട്ടൻ്റെ മൈക്ക്, ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ കപ്പ കഴിച്ചാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ രക്ഷപ്പെടും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പം പുള്ളി ഇങ്ങനെ ഇരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ പറ്റി സാറേ? അല്ല, മീറ്റർ റീഡിങ് കുറയ്ക്കണോ? മീറ്റർ റീഡിങ് കുറയ്ക്കണോ? അപ്പം ഞാൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു, അതെന്താ സാറേ അങ്ങനെ ചോദിച്ചേ? അപ്പോൾ പറഞ്ഞു, അല്ല ചിലരിങ്ങനെ ഭക്ഷണവും കാര്യങ്ങളും കാശൊക്കെ തന്നിട്ട് കുറയ്ക്കാൻ പറയും. ഞാൻ പറഞ്ഞു, സാറേ കുറയ്ക്കരുത്, ഉള്ളത് കൃത്യമായിട്ട് എഴുതണം. മീറ്റർ റീഡിങ് കുറയ്ക്കാൻ വേണ്ടിയല്ല ഞാൻ ഭക്ഷണം തന്നത്. സാറ് 10 മണിക്ക് വിശന്ന് വരുമ്പോൾ ഭക്ഷണം തരിക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. എന്നിട്ട് സാറ് ഒരു കാര്യം ചെയ്യണം, ഇനി ഏത് റീഡിങ്ങിന് വരുമ്പോൾ ഒന്നെങ്കിൽ 10 മണിക്ക് വരണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് വരണം. എന്നിട്ട് ഭക്ഷണം, ഞാൻ വിചാരിക്കുന്നുണ്ട് 3-3.5 വർഷക്കാലം പുള്ളി എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഉച്ചയ്ക്ക് വരുള്ളൂ, 1 മണിയാകുമ്പോഴേക്കും. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് മീറ്റർ റീഡിങ്ങും എടുത്ത്. അപ്പം ചില മാസം പറയും, ചേട്ടാ ഇച്ചിരി കൂടുതലാണ്, ഇച്ചിരി ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ റേറ്റ് കൂടിപ്പോവും. അത് സുവിശേഷത്തിന്റെ മൂല്യമാണ്. നമ്മൾ ആ മനുഷ്യനോട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തോടും നമ്മുടെ കുടുംബത്തോടും ഒക്കെ നമ്മൾ പറയുന്ന സുവിശേഷത്തിന്റെ മൂല്യമാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതാണ്.
അപ്പൊ ഈ മൂല്യബോധം കുറെ കൂടി വിശ്വസ്തയോടെ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കുന്നതിന് കൈമാറുന്നതിന് ഇപ്പൊ കഴിഞ്ഞ മാസം വലിയ അവധിക്ക് ഞങ്ങൾ കുടുംബസമേതം ഒരുമിച്ച് പഞ്ചാബിലെ മിഷന് പോയി. എൻ്റെ കുടുംബം പോയില്ല, ഇവിടെ എനിക്ക് പോകാൻ പറ്റുന്ന സഹായം, ബാക്കിയുള്ള കുടുംബം ഷിജുവിൻ്റെയും ബാക്കി ജെനിയുടെയും അങ്ങനെ പോയി. അതൊരു സുവിശേഷ പ്രഘോഷമാണ്, കുടുംബം ഒരുമിച്ച് സുവിശേഷം പങ്കുവെക്കലാണ്. അങ്ങനെയുള്ള അവസരങ്ങൾ, അങ്ങനെയുള്ള സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പം നമ്മുടെ കുടുംബത്തിൽ മാർപ്പാപ്പ പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നത്, ശുശ്രൂഷിക്കുന്നത് സുവിശേഷ പ്രഘോഷണമാണ്. പ്രായമായവരെ അവരോടൊപ്പം ഇരിക്കുന്നത്, അവരെ കാണുന്നത്, സംസാരിക്കുന്നത്, സ്നേഹിക്കുന്നത് സുവിശേഷത്തിന്റെ മൂല്യമാണ്. അപ്പം ആ വിധത്തിൽ എല്ലാ വിധത്തിലും സുവിശേഷത്തിന്റെ അയൽവക്ക ബന്ധങ്ങൾ നമ്മൾ ഏറ്റവും വിശ്വസ്തയോടെ ബന്ധങ്ങൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സുവിശേഷത്തിന്റെ മൂല്യമാണ്. അല്ലെ, നമ്മുടെ വീട്ടിൽ വരുന്ന വെട്ടുകാരനോട്, തൊഴിലാളിയോടൊക്കെ ഇടപെടുന്നതും അവനോട് പെരുമാറുന്നതും ഒക്കെ സുവിശേഷത്തിന്റെ മൂല്യമാണ്. അതൊക്കെ കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കും, ബാക്കിയുള്ളവർ കണ്ടുപിടിക്കും. അപ്പൊ അവിടെയൊക്കെ ഈ സുവിശേഷത്തിന്റെ വലിയ സാധ്യത നമ്മളെ കുടുംബം മുഴുവൻ സുവിശേഷ മൂല്യങ്ങളുടെ അരൂപിയിൽ വളരണമെന്നുള്ളത് നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് കിട്ടിയ ഈ ഒരു ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതും നാം പാപികളാണെന്നുള്ളതും ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് പങ്കുവെക്കണമെന്നും ക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവമാക്കി ജീവിതത്തിന്റെ ഭാഗമായി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സഭയുടെ കൂട്ടായ്മയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബം ഒരു സുവിശേഷത്തിന്റെ മാതൃകയായി നിൽക്കുമ്പോൾ ചുറ്റുപാടും അമ്മ ഇടവയുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും എന്താണ്? ഒരു മാതൃകയാണ്, ഒരു ചൂണ്ടുപലകയാണ്. അവരെ സ്വാധീനിക്കുന്ന ഒരു പുളിമാവ് പോലെ നമ്മുടെ കുടുംബം സുവിശേഷത്തിന്റെ മൂല്യത്തിന്റെ മാതൃകയായി മാറുകയാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാവട്ടെ, അതിലേക്കുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ഈ കേട്ട കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ബലം പ്രയോഗിച്ചില്ല, പക്ഷേ നമ്മുടെ കുടുംബത്തിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവർ ആരെങ്കിലും താല്പര്യമുള്ളവരെ അടുത്ത ബാച്ചിൽ കൂട്ടണം. നമ്മുടെ അയൽപക്കത്തുള്ളവരെ, ബന്ധു വീട്ടിലെ, ഈ ഓൺലൈനിൽ വേറെ എങ്ങും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ ഓൺലൈനിൽ നമുക്ക് ഈ സുവിശേഷം കേൾക്കാനും അത് കുറെ കൂടി ജീവിതത്തിന്റെ ഭാഗമാക്കാനും ഒക്കെ പറ്റുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ആ വലിയ കടമ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും വലിയ സുവിശേഷം പ്രഘോഷിക്കാനുള്ള കടമ നമുക്കാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. മാമോദീസയുടെ അൽമായർ എന്ന നിലയിൽ നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങളെ ആ സുവിശേഷത്തിന് മൂല്യം വാർത്തെടുക്കുന്നു, അവരാണ് അവർ ഏത് ജീവിതാദർശിൽ പോയാലും അവിടെ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ. പണ്ട് കാരണവന്മാരെ കുടുംബത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ക്രൈസ്തവ മൂല്യത്തിൽ വളർത്തിയോ അതാണ് നല്ല വൈദികരും സിസ്റ്റേഴ്സും നല്ല കുടുംബങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഇന്ന് പറയുന്ന അത്രയും വലിയ അറിവും ജ്ഞാനമൊന്നും അവർക്കില്ല. രാവിലെ കുരിശ് വരയ്ക്കാതെ എഴുന്നേക്കരുതാന്ന് പറയും, അല്ലെ? വൈകിട്ട് കിടക്കാൻ നേരത്തെ ചോദിക്കും, കുരിശ് വരച്ചിട്ടാണോടാ കിടന്നേന്ന് ചോദിക്കും. അത്രയും ഉണ്ടാവും. പക്ഷെ ആ കാരണവന്മാരുടെ ആ ചിട്ടയായ ക്രമം, സന്ധ്യാപ്രാർത്ഥനയിൽ കൃത്യമായി പങ്കെടുക്കുന്നതിൽ, രാവിലെ പ്രാർത്ഥിക്കുന്നതിൽ, പള്ളി പോകുന്നതിൽ, അല്ലെ, ചൂരിൽ കൊണ്ട് അടിച്ച് പള്ളി വിടുമായിരുന്നു പണ്ട് കാരണവന്മാർ. ഇന്നോ വളർത്തുമ്പോൾ സുവിശേഷം പങ്കുവെക്കുകയാണെന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഒരു സുവിശേഷം മറ്റു അനേകരോട് പറയുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്കും അത് തോന്നുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് തോന്നുക, ജീവിത പങ്കാളിക്ക് തോന്നുക. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബം ഒരു സുവിശേഷ പ്രഘോഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവാകണം, ഇടമായി മാറണം. സുവിശേഷത്തിന്റെ വലിയ വിത്ത് വിതയ്ക്കുന്ന വലിയ ഇടമായി നമ്മുടെ കുടുംബങ്ങൾ മാറാൻ ആഗ്രഹിക്കാം. മാർപ്പാപ്പ നമ്മെ സൂചിപ്പിച്ചതുപോലെ കുടുംബമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന വലിയ ബോധവും തിരിച്ചറിവും നന്മയും നമുക്കുണ്ട്. ആ നന്മ കുറെ കൂടി വളർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമുക്കൊന്ന് അടയ്ക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം. നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ അവരുടെ സംസാരത്താലും പെരുമാറ്റത്താലും ജീവിതത്താലും സുവിശേഷം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാനിടയായിട്ടുള്ളത്. ഒപ്പം നമ്മുടെ കുടുംബങ്ങളിൽ സുവിശേഷത്തിന്റെ ധാരാളം മൂല്യങ്ങളുണ്ട്. നമ്മളെ പ്രാർത്ഥിക്കുന്നതിൽ, കൗദാശിക ജീവിതം നയിക്കുന്നതിൽ, ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ, ജീവിക്കുന്നതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും കുറെ കൂടി വ്യക്തതയോടെ സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ അരൂപി നമ്മളിൽ ഉണ്ടാവാൻ നമുക്ക് തീക്ഷ്ണതയോടെ ആഗ്രഹിക്കാം. ഫ്രാൻസിസ് ചേട്ടൻ നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ആ കടമ മാമോദീസായിലൂടെ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. അത് പ്രഘോഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദുരിതമാണ്. സ്വമനസാലെ അത് ചെയ്യുന്നെങ്കിൽ നമുക്ക് പ്രതിഫലമുണ്ട്. മറ്റാരെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിൽ ഒരു പ്രതിഫലവുമില്ല. നമ്മുടെ കുടുംബം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാനാണ് വിവാഹം എന്ന കുദാശയിലൂടെ നമ്മളെ ഒന്നിപ്പിച്ചിരിക്കുന്നത്. കുടുംബ ജീവിതത്തിലേക്ക് നമുക്ക് വിളിച്ചിരിക്കുന്ന വലിയ വിളി അതിനാണ്. നമ്മുടെ കുടുംബം അതിനാണ് എന്നുള്ള വലിയ അവബോധത്തിൽ ആഴപ്പെടാനും
അത് ജീവിക്കാനുമായിട്ടുള്ള കൃപയ്ക്കായി ആഗ്രഹിച്ച് നമുക്ക് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, ആരാധന, ആരാധന. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. നസത്തിലെ തിരുകുടുംബം പോലെ ഞങ്ങളുടെ കുടുംബവും സുവിശേഷത്തിന്റെ മൂല്യങ്ങൾക്കനുസൃതമായി, വിശ്വാസത്തിന്റെ മൂല്യങ്ങൾക്കനുസൃതമായി, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭക്താഭ്യാസങ്ങളുടെ മൂല്യങ്ങൾക്കനുസൃതമായി ജീവിക്കുവാനുള്ള കൃപാവരം അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിളിൽ കാണുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ കാണുമ്പോൾ അതെല്ലാം സുവിശേഷം പങ്കുവെക്കുന്ന കുടുംബങ്ങളായിട്ടുണ്ട്. ഭവനമാവട്ടെ, പത്രോസിന്റെ ഭവനമാവട്ടെ, മറ്റ് എല്ലാ കുടുംബങ്ങളുടെ മേഖലകൾ ഞങ്ങൾ എടുക്കുമ്പോൾ മർത്തയുടെയും മറിയത്തിന്റെയും ഭവനമാവട്ടെ, എല്ലാം സുവിശേഷത്തിന്റെ മൂല്യം പങ്കുവെക്കുന്ന ഇടമായിരുന്നു. ഞങ്ങളുടെ സുവിശേഷത്തിന്റെ മൂല്യം. ഹല്ലേലൂയ. ദൈവമേ ആരാധന, 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 ആരാധന. ആമേൻ.